അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ഈ റിവിഷൻ ടെസ്റ്റ് പേപ്പർ RTP May 26 RTP നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ ആസ് യൂഷ്വൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, കേസ് സിനാരിയോ ആണ്. മിസ്റ്റർ അനിരുദ്ധ്, ഏജ് 38, ഈസ് എ റെസിഡന്റ് ഇൻഡിവിജ്വൽ എംപ്ലോയിഡ് ആസ് എ സീനിയർ പ്രോജക്ട് കൺസൾട്ടന്റ് ഇൻ എ ടെക്നോളജി ഫേം മെസേഴ്സ് MNE Enterprises in Bangalore. He is paying tax under default tax regime. Yeah, that you have to keep in mind. So നമുക്ക് ആവശ്യമായിട്ട് വരും. ഇയാൾ ഡീഫോൾട്ട് ടാക്സ് റെജിമിലാണ് ടാക്സ് പേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഡിഫോൾട്ട് ടാക്സ് റെജിമായിട്ട് പിന്നെ ഏജിലൊന്നും പ്രാധാന്യമില്ലല്ലോ. ഡ്യൂറിംഗ് ദ പ്രീവിയസ് 25-26 he received a gross salary of 15,70,000. കീപ്പ് ഇൻ മൈൻഡ് ഗ്രോസ് സാലറി. ഓക്കെ, അപ്പോൾ 15,70,000 ഗ്രോസ് സാലറിയാണ്. സോ ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. 75,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇൻകം ഫ്രം സാലറി 15 lakhs ആണ്. ഞാൻ ജസ്റ്റ് എൻ്റെ കൂടെ ഡേറ്റ് എഴുതി പോകുന്നത് നമുക്കപ്പം സ്വാഭാവികമായിട്ട് അടുത്ത് ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ എളുപ്പമായിരിക്കും, എൻ്റെ ഒരു ടിപ്പിക്കൽ MCQലേക്ക് എത്തുമ്പോൾ. അപ്പോൾ പറ്റുന്ന ഫിഗർ അവിടെ തന്നെ കമ്പ്യൂട്ട് ചെയ്ത് വയ്ക്കുക. 15,70,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 70,000 കുറച്ചിട്ട് ബാക്കി 15 ലക്ഷം. ഇയാളുടെ സാലറിയിൽ നിന്ന് സെക്ഷൻ 192 പ്രകാരം TDS കട്ട് ചെയ്തിട്ടുണ്ട്. 1,09,200 TDS ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഇയാൾ സാലറിഡ് പേഴ്സൺ ആണ്. ഇത് കൂടാതെ ഹി ഓൾസോ പ്രൊവൈഡഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസസ് ആൻഡ് ചാർജ്ഡ് ഫീസ് ഓഫ് ₹48,000 ഫ്രം സ്റ്റാർട്ടപ്പ് A ആൻഡ് ₹52,000 ഫ്രം സ്റ്റാർട്ടപ്പ് B, whose turnover during the previous year 2024-25 exceed 5 crore. ഇയാൾക്ക് 2 സ്ഥാപനങ്ങളിൽ നിന്ന് ഇയാൾ കൺസൾട്ടൻസി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കൺസൾട്ടൻസി ഫീസ് കിട്ടിയിട്ടുണ്ട്, ടെക്നിക്കൽ കൺസൾട്ടൻസി ഫീസ്. അപ്പോൾ ഈ കൊടുത്ത സ്റ്റാർട്ടപ്പുകളുടെ ടേൺ ഓവറാണ് അവിടെ പറയുന്നത്. ആക്ച്വലി ഇയാൾക്ക് കിട്ടുകയാണ്, ഇൻകം കിട്ടുകയാണ്. ഇയാൾക്ക് ഈ വരുമാനം കൊടുത്ത ആൾക്കാരുടെ ടേൺ ഓവർ എന്തിനായിരിക്കും തരുന്നത്? അത് നമുക്കറിയാം. TDSനകത്ത് നമ്മളൊരു ആൽഫബറ്റ് ഓർഡറിൽ പഠിച്ചിട്ടില്ലേ, സെക്ഷൻ 194 ACH IJR. ഈ ACH IJR എന്നുള്ള 6 സെക്ഷൻസിൽ TDS ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്ന പേയറുടെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 1 കോടി എക്സീഡ് ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ സ്റ്റാർട്ടപ്പ് Aയും സ്റ്റാർട്ടപ്പ് Bയും 2 പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഇയാൾക്ക്. അപ്പോൾ 194Jയിൽ TDS വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, TDSന് വേണ്ടിയാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 48,000 രൂപ എന്ന് പറയുമ്പോൾ 50,000 താഴെ ആയതുകൊണ്ട് സ്റ്റാർട്ടപ്പ് Aയിൽ നിന്ന് കിട്ടുന്ന 48,000 രൂപയ്ക്ക് TDS വരില്ല. പക്ഷേ സ്റ്റാർട്ടപ്പ് Bയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫീസ് 52,000 രൂപയാണ്, വിച്ച് ഇസ് മോർ ദാൻ 50K. 194Jയുടെ ലിമിറ്റ് ക്രോസ് ചെയ്തു. അവിടെ 194J TDS ട്രിഗർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും 52,000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 5,200 rupees TDS ഡിഡക്ട് ചെയ്തിട്ട് ഇയാൾ കിട്ടുക. കാരണം ഇയാളൊരു പ്രൊഫഷണൽ പ്രോജക്റ്റ് കൺസൾട്ടൻ്റ് എന്നല്ലേ പറയുന്നത്. പ്രൊഫഷണൽ നേച്ചർ ആണെങ്കിൽ 10% ആണ്. പ്യുവർലി ടെക്നിക്കൽ സർവീസ് ആണെങ്കിൽ മാത്രമേ അതിന് 2% വരുള്ളൂ, അല്ലെങ്കിൽ 10% ആണ്. അപ്പോൾ അവിടെ 52,000ൻ്റെ 10% 5,200 TDS വരും. അതിനുവേണ്ടിയാണ് ആ ഒരു ഡേറ്റ തന്നിരിക്കുന്നത്. ഹി ഓപ്റ്റ് ഫോർ ദ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം അണ്ടർ സെക്ഷൻ 44 ADA ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ അതുപോലെ ഈ ടെക്നിക്കൽ കൺസൾട്ടൻസി എന്ന് പറയുന്നത് അവിടുത്തെ പ്രൊഫഷണൽ സർവീസിൻ്റെ ലിസ്റ്റിൽപ്പെട്ടാണ്. അത് ഓർത്തോണേ. ഇവിടെ റേറ്റ് 2% TDS ആയിട്ട് എടുക്കരുത്, 10% TDS ആയിട്ട് തന്നെ എടുക്കണം 194Jയിൽ. പിന്നെ ഇയാൾ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ സ്കീം അണ്ടർ ADA, അത് മനസ്സിലായല്ലോ. 44 ADA സെക്ഷൻ പ്രകാരം അക്കൗണ്ടിങ്, ലീഗൽ, മെഡിക്കൽ, ടെക്നിക്കൽ കൺസൾട്ടൻസി, ആർക്കിടെക്ട്, എഞ്ചിനീയറിംഗ്, ആ പറയുന്ന സ്പെസിഫൈഡ് പ്രൊഫഷണൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഗ്രോസ് റെസീറ്റ്സ് 50 ലക്ഷത്തിൽ കൂടാതിരുന്നാൽ അവർക്ക് 44 ADA പ്രിസംപ്റ്റീവ് പ്രകാരം 50% ഓഫ് ഗ്രോസ് റെസീറ്റ്സ് ഇൻകം കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇയാൾക്ക് 52,000 രൂപയും പിന്നെ ഒരു 48,000 രൂപയും. അപ്പോൾ 52 + 48 എന്ന് പറയുമ്പോൾ ടോട്ടൽ 1 lakh. ഈ 1 lakh ആണിൻ്റെ 50% അയാൾക്ക് പ്രിസംപ്റ്റീവ് ഇൻകം കാണിക്കുക എന്ന് പറയുമ്പോൾ 50,000 രൂപയായിരിക്കും അയാളുടെ PGBP എന്ന് സാരം. പ്രിസംപ്റ്റീവ് സാലറി ഓൾറെഡി ഉണ്ട്. സാലറി 15 ലക്ഷം രൂപ സാലറി ഉണ്ട്. ഈ 15 ലക്ഷം സാലറി, ഇത് PGBP 50,000. ഓക്കെ, 15,50,000 രൂപയാണ് സാലറിയും PGBPയും കൂടെ. ജസ്റ്റ് ഇൻകം അവിടെ തന്ന ഡീറ്റെയിൽസ് വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ TDS ഓൾറെഡി സാലറിന്ന് TDS കട്ട് ചെയ്തിട്ടുണ്ട് 1,09,200. അത് കൂടാതെ ഈ 52,000ൻ്റെ 10% 194Jയിൽ എന്തായാലും കൊടുക്കുന്ന ആൾ കട്ട് ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊരു 5,200 എന്തായാലും TDS ആയിട്ട് കാണും. 2 TDS ആയി, 192ലും 194Jയിൽ. നോ വാട്ട്. In November 2025 he made the following outward remittances under the liberalized remittance scheme LRS through an authorized dealer. TCS ആണ് ഫോറിൻ കറൻസിയുടെ റെമിറ്റൻസ് LRS. On 10th November 2025 8.5 ലക്ഷം രൂപ to a university in Germany for his son's education funded from personal savings. On 25th November 2025 3,50,000 to his brother in Australia for personal maintenance. അപ്പോൾ നമ്മൾ TCSൽ പഠിച്ചതാണ്, എഡ്യൂക്കേഷനും മെഡിക്കലിൻ്റെ കേസുകളിൽ അതുപോലെ അതർ റെമിറ്റൻസ് എല്ലാം കൂടി 10 ലക്ഷം രൂപയുടെ TCS വേണ്ട. 10 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എഡ്യൂക്കേഷൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം 5% ആണ് TCS. അതായത് നമ്മുടെ TCS എന്നുള്ള ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് നോക്കിയാൽ മതി.
അപ്പോൾ അവിടെ ടി സി എസിൻ്റെ റെമിറ്റൻസ് വരുമ്പം എഡ്യൂക്കേഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷന് 10 ലക്ഷം വരെ ടി സി എസ് ഇല്ലല്ലോ. 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ളതിന് 5% ആണ്. ഇനി അതർ റെമിറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ 20% ആണ് 10-ന് മുകളിൽ. അതുപോലെ താഴെ നമ്മൾ കാര്യമായിട്ട് പഠിച്ചാണ് എഡ്യൂക്കേഷനും മെഡിക്കലും അതർ ത്രഷോൾഡിൽ എല്ലാം കൂടി ചേർത്തിട്ടാണ് കമ്പൈൻഡ് ത്രഷോൾഡ് 10 ലക്ഷം രൂപ വരുന്നത്. 10 ലക്ഷം രൂപ അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഒന്ന് അതർ റെമിറ്റൻസും മറ്റൊന്ന് എനി അതർ റെമിറ്റൻസും മറ്റൊന്ന് എഡ്യൂക്കേഷനുമാണ്. അപ്പോൾ കമ്പൈൻഡ് ലിമിറ്റ് വേണം നമ്മൾ പരിഗണിക്കാൻ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ 8.5 ലക്ഷം രൂപ എഡ്യൂക്കേഷന് ടി സി എസ് വരില്ല, ബിക്കോസ് 10 ലക്ഷത്തിൽ താഴെയാണ്. രണ്ടാമത്തെ 3.5 ലക്ഷം രൂപ ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണല്ലോ, 10th നവംബർ കഴിഞ്ഞിട്ടല്ലേ 25th നവംബർ വരുന്നത്. ഇപ്പോൾ 8.5-യുടെ കൂടെ 3.50 കൂടെ ആഡ് ചെയ്യുമ്പോഴേ 10ന്റെ മുകളിൽ പോയി ത്രഷോൾഡ് ക്രോസ് ചെയ്തു. ഇപ്പോൾ 8.50 പ്ലസ് 3.50 12 ലക്ഷമായി. അപ്പോൾ 10 ലക്ഷം വരെ ടി സി എസ് ഇല്ല. 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എക്സസിൻ്റെ മണ്ടയ്ക്ക് ഇത് എനി അതർ റെമിറ്റൻസ് ആയതുകൊണ്ട് 20% വരും. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ എക്സസ് 2 ലക്ഷമാണ്. അപ്പോൾ 2 ലക്ഷത്തിൻ്റെ 2% ആയിരിക്കും ഇവിടെ ടി സി എസ് വരിക. ഇത് ടി സി എസ് ആണ് ശരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 8.50 3.50 കൂടെ ആകുമ്പോഴത്തേക്കും 12 ലക്ഷമായി. അപ്പോൾ ഇത് മോർ ദാൻ 10 ആണ്. അപ്പോൾ എക്സസ് 2 ലാക്കാണ്. എക്സസ് 2 ലാക്ക് എന്ന് പറയുന്നത് പേഴ്സണൽ മെയിൻ്റനൻസ് ബ്രദറിന് കൊടുത്തതാണ്. അപ്പോൾ എനി അതർ റെമിറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ ഇവിടെ 40,000 രൂപയായിരിക്കും 206 1G എന്നുള്ള സെക്ഷനിൽ 206C 1G എന്നുള്ള സെക്ഷനിൽ ടി സി എസ് വരിക. ജസ്റ്റ് ഇത് ടി സി എസിൻ്റെ ആസ്പെക്റ്റ് ആണ്. ഈ ഒരു തന്നിരിക്കുന്ന പാരഗ്രാഫ് അത്രയും ടി സി എസ് ആണ്. He owns a residential building consisting of 3 identical floors. Floor 1 is self-occupied. Floor 2 was vacant for the whole year. And floor 3 is let out at a monthly rent of 25,000. So, ഇതൊരു വീടാണ്. 3 ഫ്ലോറുകളുണ്ട്. അതിൽ ഒരു ഫ്ലോർ സെൽഫ് ഓക്കുപ്പൈഡ് ആണ്. രണ്ടാമത്തെ ഫ്ലോർ ത്രൂ ഔട്ട് ദ ഇയർ വേക്കൻ്റ് എന്നാണ് പറയുന്നത്. ഈ ത്രൂ ഔട്ട് ദ ഇയർ വേക്കൻ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇവിടെ ഇയാളെ സംബന്ധിച്ച് 2 വീട് വരെ വേണമെങ്കിൽ സെൽഫ് ഓക്കുപ്പൈഡ് ആക്കാമല്ലോ ഒരാൾക്ക്. അപ്പോൾ താഴത്തെ ഒരു ഫ്ലോർ ഓൾറെഡി സെൽഫ് ഓക്കുപ്പൈഡ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫ്ലോർ ത്രൂ ഔട്ട് ദ ഇയർ വേക്കൻ്റ് എന്ന് പറയുമ്പോൾ അതും സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ട് എടുക്കാം. 2 വീടല്ല, ശരിക്കും ഇത് ഒരു വീടിൻ്റെ 2 യൂണിറ്റുകളാണ്. അപ്പോൾ അതും സെൽഫ് ഓക്കുപ്പൈഡ്, ലെറ്റ് ഔട്ട് അല്ലല്ലോ. പിന്നെ ഒരു ഫ്ലോർ മാത്രമേ ലെറ്റ് ഔട്ട് ഉള്ളൂ. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഡിഫോൾട്ട് ടാക്സ് റെജിമാണെന്ന്. ഡിഫോൾട്ട് ടാക്സ് റെജിമുകാർക്ക് സെൽഫ് ഓക്കുപ്പൈഡ് പറ്റില്ലല്ലോ. അപ്പോൾ 2 ഫ്ലോർ ഉണ്ട്. ഫ്ലോർ 1ൻ്റെയും ഫ്ലോർ 2-നും ഒന്നും ചെയ്യാനില്ല, അത് സെൽഫ് ഓക്കുപ്പൈഡ് 0. പിന്നെയുള്ള ഫ്ലോർ 3 അത് ലെറ്റ് ഔട്ടാണ്, മന്ത്ലി റെന്റ് 25,000 ആണ്. ആ ഫ്ലോർ 3യുടെ ലെറ്റ് ഔട്ടിൻ്റെ കമ്പ്യൂട്ട് ചെയ്യണം, കാരണം ഡിഫോൾട്ട് ടാക്സ് റെജിമാനിൽ ലെറ്റ് ഔട്ട് ആപ്ലിക്കബിൾ ആണ്. 25,000 വെച്ചിട്ടാണ് മന്ത്ലി റെന്റ് വരിക. അപ്പോൾ 25,000 ഇൻറ്റു 12 അടിച്ചാൽ നമുക്ക് ആക്ച്വൽ റെന്റ് അഥവാ GAV കിട്ടും. 25,000 × 12 എന്ന് പറയുമ്പോൾ എത്ര? 3 ലക്ഷം രൂപയല്ലേ, 3 ലാക്ക് വരും. പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ, ലോണിൻ്റെ ഇൻട്രസ്റ്റ്. അതിൽ മുനിസിപ്പൽ ടാക്സ് അടച്ചിട്ടുണ്ട് 30,000 ഫോർ ദ എൻറ്റയർ ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറയുന്ന 30,000 മുനിസിപ്പൽ ടാക്സിനകത്ത് ഈ ഒരു ഫ്ലോറിൻ്റെ മാത്രം 1/3, കാരണം 3 ഫ്ലോർ ആണല്ലോ. അപ്പോൾ 10,000 രൂപ കുറയ്ക്കാം. അപ്പോൾ ബാക്കി 290 ആയിരിക്കും ഇയാളുടെ NAV. ഈ 290ൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം. ഇപ്പോൾ 290ൻ്റെ 30% എന്ന് പറയുമ്പോഴത്തേക്കും 87,000 ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2,03,000 ഇയാൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് വരും. ഇനി ഈ 2,03,000 നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. മൊത്തം ഇൻട്രസ്റ്റ് 12 ലക്ഷമാണ് വീടിൻ്റെ മൊത്തം ഇൻട്രസ്റ്റ്. 3 ഫ്ലോർ അല്ലേ, ഇപ്പോൾ ഒരു ഫ്ലോറിന് എത്ര വരും? 3 3 6 3 9 3 ലക്ഷം രൂപ വരും. ഇപ്പോൾ 2,03,000 നിന്ന് 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ലോസ് ആണ് വരുന്നത്, -3 ലാക്ക്, വിച്ച് വിൽ ബി 97,000. 97,000 രൂപ ലോസാണ്. അപ്പോൾ 27,000 × 12 3 ലക്ഷം. 3 ലക്ഷത്തിൻ്റെ ഇന്ന് 10,000 കുറച്ചാൽ ബാക്കി 290. ഇപ്പോൾ 290 നമ്മുടെ എന്താ പറയുക, ഈ പറയുന്ന ആഫ്റ്റർ മുനിസിപ്പൽ ടാക്സ്. 290ൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 2,03,000 വരും. അപ്പോൾ ആ 2,03,000 നിന്ന് മൊത്തത്തിൽ 12 ലക്ഷമാണ്. 12 ലക്ഷത്തിൻ്റെ 1/3, ഇൻട്രസ്റ്റ് 3 ലക്ഷമല്ല 4 ലക്ഷമാണ്. 4 4 8 4 12. അപ്പോൾ 2,03,000 മൈനസ് 4 ലക്ഷം, 1,97,000 ആണ് അവിടുത്തെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് വരും. ഇത് HP ലോസ് ആണ്, HP ലോസ്. എഗെയിൻ ദർ ഇസ് എ പ്രോബ്ലം. ഇയാൾ ഡിഫോൾട്ട് ടാക്സ് റെജിമാണ്. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ ഹൗസ് പ്രോപ്പർട്ടി ലോസ് വേറെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം, അല്ലാതെ അത് മറ്റ് ഹെഡുകളുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനോ കറണ്ട് ഇയറിലെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാനോ പറ്റില്ല, ഡിഫോൾട്ട് ആയതുകൊണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 197 ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും പോസിറ്റീവ് ഇൻകം ഇല്ല ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത്. അപ്പോൾ ലോസ് ആണ് 197.
അപ്പോൾ അത് ആ പാരഗ്രാഫ്, അപ്പം അതിൻ്റെ തൊട്ടുമുമ്പത്തെ പാരഗ്രാഫ് മൊത്തം TCS ആണ് പറയുന്നത്, ഈ പാരഗ്രാഫ് മൊത്തം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്തെന്താ, ഓൺ 15th March 2026 he sold a commercial plot for ₹65 lakhs which he acquired on 31st January 2024 for ₹40 ലക്ഷം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓൺ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ 65 lakhs. അപ്പോൾ ഇവിടെ സ്റ്റാമ്പ് വാല്യൂവിൻ്റെ സെയിം തന്നെയാണ് വിറ്റിരിക്കുന്ന സെല്ലിംഗ് പ്രൈസും. അപ്പോൾ 50C സെക്ഷൻ ഇവിടെ ട്രിഗർ ചെയ്യുന്നില്ല. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 65 lakhs, കോസ്റ്റ് 40 ലക്ഷം. അപ്പോൾ ഇയാളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, കാരണം 24 ജനുവരിയിലാണ് മേടിച്ചിരിക്കുന്നത്, അത് വിറ്റിരിക്കുന്നത് March 26 ആണ്. അപ്പോൾ 24 months കഴിഞ്ഞു. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 65 40 കുറച്ച ബാക്കി 25 ലക്ഷം രൂപ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. പിന്നെ അവിടെ താഴെ ഇൻഡെക്സേഷൻ തന്നിട്ടുണ്ട്. അത് എന്തിനായിരിക്കും നമുക്കറിയാം. ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്തിട്ട് ടാക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, വിത്ത് ഇൻഡെക്സേഷൻ 20%, അല്ലെങ്കിൽ ഈ കിട്ടിയ വിത്തൗട്ട് ഇൻഡെക്സേഷൻ 25 lakhsന്റെ 12.5%, വിച്ച് എവർ ഈസ് ലോവർ ടാക്സ് സെലക്ട് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയാണ് ശരിക്കും അവിടെ തൊട്ട് താഴെ ആ ഇൻഡെക്സേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇൻഡെക്സ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. അത് റേറ്റ് ഓഫ് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കേണ്ടി വരികയാണെങ്കിൽ അതിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. അല്ല, അപ്പോൾ ഇൻകം എന്തായാലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 25 lakhs. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 25 lakhs ആണ്. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഇയാൾക്ക് സെറ്റ് ഓഫ് ചെയ്യാനും ക്യാരി ഓവറിനും പറ്റില്ല, ഡിഫോൾട്ടാണ്. പിന്നെ സെൽഫ് ഓക്കുപൈഡ് കിട്ടത്തില്ല. പിന്നെ ഉള്ള സാലറി 15 ലക്ഷം വന്നു. പിന്നെ പ്രിസംപ്റ്റീവ് ഇൻകം നമ്മൾ 50% എടുത്തപ്പോൾ ADAയിൽ 50,000 വന്നു. ഇത്രയാണ് ഇയാളുടെ ഇൻകം ഡീറ്റെയിൽസ്. എന്താണ് ചോദ്യം? ഇത്രയാണ് പാരഗ്രാഫ്. അപ്പോൾ ഇത് എക്സാമിനേഷന് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കണം. ഈ കേസ് സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. ഒരുപാട് സമയം വായിച്ച് കളയരുത്. എന്നാൽ വായിച്ചു പോകുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയും വേണം. ഇവിടെ ഈ 65 ലക്ഷം രൂപയ്ക്ക് ഇയാൾ വിറ്റു എന്ന് പറയുമ്പോഴേ ഇവർ നേരത്തെ പാരഗ്രാഫുകളിൽ TDSന്റെ ആസ്പെക്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു TDSന്റെ ആസ്പെക്ട് വരും. അതായത് ഇയാൾക്ക് 65 ലക്ഷം രൂപയ്ക്കാണല്ലോ ഇയാൾ വിറ്റത്. സ്റ്റാമ്പ് വാല്യൂ 65 lakhs ആണല്ലോ. അപ്പോൾ ഇയാൾക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരെ 65 ലക്ഷം രൂപ കൊടുക്കൂല. ഈ 65 ലക്ഷത്തിൻ്റെ 1% സെക്ഷൻ 194 IA TDS കട്ടി. 194 IA ഇവിടെ TDS വരും. ഈ 65 lakhsന്റെ 1% ഇയാൾക്ക് എന്തായാലും TDS വരും കേട്ടോ. അപ്പോൾ 65 ലക്ഷത്തിൻ്റെ 1% എന്ന് പറയുമ്പം 65,000 രൂപ ഇവിടെ TDS വരും. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് 194 IA ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്ന ആക്ച്വൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ സ്റ്റാമ്പ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ 50 lakhs അതിന് മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ 1% TDS കട്ട് ചെയ്യണമെന്നല്ലേ. 65 ലക്ഷം 1% 65,000 TDS വരും. ഇയാളല്ല കട്ട് ചെയ്യേണ്ട, ബയ്യർ. ഇയാൾ സെല്ലറാണല്ലോ. ഇനി തന്നെ കഥ. Based on the fact of the case scenario given above, choose the most appropriate answer in respect of MCQs 1 to 5. Compute the income or loss under the head income from house property of Mr. Aniruddha for the assessment year 2026-27. In case of a loss, determine the amount eligible for set off against other heads of income. ഇപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയല്ലേ, നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് 1,97,000 ആണ്. അതുകൊണ്ടാന്ന് നോക്കിയാൽ മതി. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 197, ഫസ്റ്റ് പാർട്ട്. ക്യാരി ഫോർവേഡ് പറ്റി എന്താ പറയുന്നത്, എൻ്റയർ ലോസ് ഓഫ് 197 ക്യാൻ ബി സെറ്റ് ഓഫ്. അത് തെറ്റാണ്, ബിക്കോസ് ഇയാൾ ഡിഫോൾട്ട് ടാക്സ് റെജിമാണ്. അതുകൊണ്ട് ഇയാൾക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റത്തില്ല. രണ്ടാമത്തെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 997, ദാറ്റ് ഈസ് അഗെയിൻ റോങ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2,03,000, റോങ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,97,000, സച്ച് ലോസ് ക്യാൻ നൈദർ ബി സെറ്റ് ഓഫ് അഗൻസ്റ്റ് അതർ ഹെഡ്സ് ഓഫ് ഇൻകം നോർ ക്യാൻ ബി ക്യാരി. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഡിഫോൾട്ട് ടാക്സ് റെജിം ആയതുകൊണ്ട് സെൽഫ് ഓക്കുപ്പൈഡ് കിട്ടത്തില്ല. ലെറ്റ് ഔട്ടിലോ ഡീംഡ് ലെറ്റ് ഔട്ടിലോ ലോസ് വന്നാൽ ആ ലോസ് വേറെ ഹെഡുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനോ അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാനോ പറ്റില്ല. ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് വേറെ ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യായിരുന്നു. സോ അത് ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. The authorized is required to collect tax at source from Mr. Aniruddha for his foreign remittances under the liberalized remittance scheme LRS. അപ്പോൾ നമ്മൾ നേരത്തെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. 40,000 TCS. 10 ലക്ഷം രൂപ വരെ TCS ഇല്ല അവിടെ. അത് കമ്പൈൻഡ് ആയിട്ടാണ് ത്രഷോൾഡ് ലിമിറ്റ് കൗണ്ട് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷൻ്റെ റെമിറ്റൻസ്, മെഡിക്കൽ റെമിറ്റൻസ്, എനി അതർ റെമിറ്റൻസ്, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് 10 ലക്ഷം വരെ നില്ലാണ്. മൂന്നും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ഏത് പോയിന്റിലാണോ 10 ലക്ഷം ക്രോസ് ചെയ്യുന്നത് ആ 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എക്സസിന് മാത്രമേ TCS വരുള്ളൂ. ഈ 10 ലക്ഷം ക്രോസ് ചെയ്യുമ്പോൾ എക്സസിൻ്റെ കേസിലും അവർ പറയുന്നത് എങ്ങനെയാണ്, ആ എക്സസ് എമൗണ്ടിൻ്റെ പുറത്ത് മാത്രമാണ് TCS വരിക. 10 ലക്ഷം വരെ TCS ഇല്ല. എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് 5 പോകും. എനി അതർ റെമിറ്റൻസ് ആണെങ്കിൽ 20% പോകുന്നത്. ഇത് എനി അതർ റെമിറ്റൻസ് ആണ്. അതുകൊണ്ട് 10 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എക്സസിന് 20% ആണ്. ബാങ്കിൽ നിന്ന് വല്ല ലോൺ എടുത്തിട്ടാണെങ്കിൽ അതിന് TCS ഇല്ല. എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഇതിപ്പോൾ അതല്ലല്ലോ, സോ ഓൺ സേവിങ്സിൽ നിന്ന് കൊടുത്തുന്നല്ലേ. അപ്പോൾ ഇവിടെ 40,000 രൂപയാണ്. അതായത് 10 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് 2 ലക്ഷമാണ്, മൊത്തം 12 ലക്ഷമാണ് കമ്പൈൻഡ്. 10 മാറ്റിയിട്ട് 2 ലക്ഷം, 2 ലക്ഷത്തിൻ്റെ 20% 40,000. സോ രണ്ടാമത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ.
Compute the amount of capital gain arising from transfer of commercial plot in the hands of Mr. Aniruddha. Also determine tax thereon, ignoring surcharge and cess if any. Long-term capital gain of 25 lakhs and tax 3,12,500. Long-term capital gain 21,78,761 and tax 435,632. Long-term capital gain 25 lakhs and tax 435,632. Long-term capital gain 25 lakhs and tax 5 lakhs. അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ ഇൻഡെക്സേഷൻ ഇല്ലാത്തത് നമ്മൾ ചെയ്തു വെച്ചല്ലോ. ഇൻഡെക്സേഷൻ ഇല്ലാത്തത് 25 lakhs ആണ്. ഇപ്പോൾ 25 lakhsന്റെ 12.5% എത്ര വരുന്നു നോക്കുക. 25 lakhsന്റെ 12.5% which will be 3,12,500. 3,12,500 വരും. ഓർ വിത്ത് ഇൻഡെക്സേഷൻ ചെയ്യുക. വിത്ത് ഇൻഡെക്സേഷൻ ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 65 lakhs. ഈ 40 lakhs ആണ് എൻ്റെ കോസ്റ്റ്. 40 എടുത്ത് ഇൻഡെക്സ് ചെയ്യണം. അപ്പോൾ 40 ഇൻഡെക്സ് ചെയ്യുമ്പോൾ അവരോട് ഇൻഡെക്സേഷൻ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 348 into 376. 348 into 376. അപ്പോൾ 40 lakhs ഡിവൈഡഡ് ബൈ 348 into 376, which will be 43.218 ആണ്. 43.218. ഇത് ഫുൾ വാല്യൂവിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് ഈസ് 65 മൈനസ് 43.218. 43.218 which will come to 21.782. 782. അവർ പറഞ്ഞതിനകത്ത് 21.782 ഉണ്ട്. 21, 78, 760. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഇതിൻ്റെ 20% കൊടുക്കുന്നതാണോ ലാഭം മറ്റാണോ ലാഭം നോക്കണം. ഇതിൻ്റെ 20% എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 4,35,000, 4.3564 lakhs ആണ് വരുന്നത് ടാക്സ്. അപ്പോൾ മറ്റടുത്ത് 3,12,500 വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ലോവർ. ഓക്കെ, ഇതാണ് നമുക്ക് ബെറ്റർ. ഇപ്പോൾ 3,12,500 ആണ് നമ്മൾ ടാക്സ് ആയിട്ട് എടുക്കേണ്ടത്. 3,12,500. അപ്പം ആൻസർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 25 lakhs ആൻഡ് ടാക്സ് 3,12,500. ദിസ് ഈസ് ബെറ്റർ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. 3യുടെ ആൻസർ ഓപ്ഷൻ എ. മറ്റേ ടാക്സ് കൂടുതലാ. കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് അനിരുദ്ധ ഫോർ ദ പ്രീവിയസ് 25-26. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുമ്പം വരുന്നത് 15 ലക്ഷമാണ്. പിന്നെ വരുന്നത് നമ്മുടെ പ്രിസംഡി ഇൻകം 44. ADAയിൽ പ്രൊഫഷണലിൻ്റെ ഗ്രോസ് റെസീറ്റ്സിൻ്റെ 50% 50,000 കിട്ടി. പിന്നെ വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അത് 25 ലക്ഷം. പിന്നെ HP ഇല്ല, നില്ലാണ്, ഡിഫോൾട്ട് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഇത് കൂട്ടിയാൽ മതി. 15, 50, 25, 40, 50. സോ 40,50,000. സി ഈസ് ദ ആൻസർ. 40,50,000. ഗ്രോസ് സാലറി 15,75, ഡിഫോൾട്ട് ആൻഡ് 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാമല്ലോ. ബാക്കി 15. പ്രിസംപ്റ്റീവ് 1 lakh കിട്ടിയിട്ടുണ്ട്. ഒരു 52,000, 48,000. ഗ്രോസ് റെസീറ്റ്സ് 44 ADAയിൽ പ്രൊഫഷൻ. അതിൻ്റെ 50% ആണ് ഇൻകം കാണിക്കേണ്ടത്. 1 lakhന്റെ 50, 50,000. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 25 ലക്ഷം. അപ്പം ഇൻകം വരുന്നത് 40,50,000 വരും. 40.5 lakhs. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കമ്പ്യൂട്ട് ദ ടാക്സ് പേയബിൾ ആഫ്റ്റർ കൺസിഡറിംഗ് TDS TCS if any by Mr. Aniruddha for the previous 25-26. ഇപ്പോൾ ഇവിടെ ഇൻകം കിട്ടിയ സ്ഥിതിക്ക് ഇത് വെച്ചിട്ട് അങ്ങ് ടാക്സ് ചെയ്താൽ മതി, കിട്ടൂടാ. അപ്പം 40,50,000 നമ്മുടെ GTI. ഇയാളുടെ ഡിഫോൾട്ട് ടാക്സ് റെജിമെൻറ്റ് വേറെ ചാപ്റ്റർ 6 വേറെ ഒന്നും തന്നെ ഇല്ല. ഇതിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 25 lakhs എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ടാക്സ് കണ്ടുപിടിച്ചപ്പോൾ അതാണ് ലോവർ. 3,12,500 ആണ് ലോവർ. അപ്പോൾ ഈ 3,12,500 എടുത്തു. ബാക്കി പിന്നെ അവിടെ വരുന്ന 15,50,000 ആണ്. ഈ 15,50,000 സ്ലാബ് എടുക്കുമ്പം 4 ലക്ഷം വരെ നില്ലാണ്. അടുത്ത 4 ലക്ഷത്തിൻ്റെ 5% ആണ്. അടുത്ത 4 ലക്ഷത്തിൻ്റെ 10% ആണ്. അപ്പോൾ 12 ആയി. പിന്നെ ഉള്ളത് 3.5 lakhs ആണ്. അതിൻ്റെ 15% ആണ്. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ 5% 20,000. 4 ലക്ഷത്തിൻ്റെ 10% 40,000. 4 ലക്ഷത്തിൻ്റെ 3.5 ലക്ഷത്തിൻ്റെ 15%. 3,50,000 into 15%. 52,500. ഇത്രയും സ്ലാബിലെ ടാക്സായി. ഇപ്പോൾ സ്ലാബും ഫ്ലാറ്റും കൂടെ കൂട്ടുക. സോ 3,12,500 പ്ലസ് 3,12,500 പ്ലസ് 20,000 പ്ലസ് 40,000 പ്ലസ് 52,500. 4,25. പിന്നെ സെസ് ഇൻറ്റു 4% സെസ് 17,000. 4,42,000 വരും.
ഇനി ഇയാൾക്ക് TDS ഉണ്ടല്ലോ, കാരണം ഈ TDSും TCSും കൂടെ പരിഗണിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മുകളിൽ TCS നമ്മൾ കണ്ടുപിടിച്ച ഒരു 40,000 ഉണ്ട് TCS. പിന്നെ TDS 194Jയിൽ ഒരു എത്രയുണ്ട്, 52,000 5,200 10%, 5,200 ഉണ്ട്. പിന്നെ 194IA ഇമ്മൂബിൾ പ്രോപ്പർട്ടിയുടെ TDS വരുമല്ലോ 65,000. പിന്നെ എന്ത് TDS സാലറി നിന്ന് കണ്ട TDS കട്ട് ചെയ്യുന്ന പറയുന്നുണ്ടല്ലോ. $1,09,200. 1,09,200. ഇത്രയും കുറച്ച് കഴിയുമ്പോൾ ബാക്കി കിട്ടുന്നതായിരിക്കണം ആൻസർ. നമുക്ക് നോക്കാം, ക്രോസ് ചെക്ക് ചെയ്യാം. 4,42,000 മൈനസ് 40,000 മൈനസ് 5,200 മൈനസ് 65,000 194IA മൈനസ് 1,09,200. 222,600 ആണ് അവിടെ വരുന്നത്. 222,600. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ ഡി. അപ്പോൾ കേസ് സെനാരിയോ ബേസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ നമ്മൾ വളരെ പെട്ടെന്ന്, വളരെ ഫാസ്റ്റ് ആയിട്ട്, അധികം ടൈമൊന്നും എടുക്കാത്ത രീതിയിൽ വേണം ഇത് പെട്ടെന്ന് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് വായിച്ച് പോകണം. ഇവിടെ ആഫ്റ്റർ കൺസിഡറിങ് TDS ഓർ TCS ടാക്സ് പേയബിൾ എന്നാണ് ചോദ്യം, ടാക്സ് ലൈബിലിറ്റി എന്നല്ല. ഈ സെയിം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ തന്നെ ടാക്സ് ലൈബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യൂ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ടാക്സ് ലൈബിലിറ്റി എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആ 4,42,000 വരെ ചെയ്ത് നിർത്തിയാൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കണം. ടാക്സ് പേയബിൾ എന്ന് ചോദിച്ചാലേ TDSും TCSും കുറച്ചിട്ട് ആ എമൗണ്ടിലേക്ക്, നെറ്റ് എമൗണ്ടിലേക്ക് പോകാവൂ. ഇഫ് ദേ ആർ ആസ്കിംഗ് ഫോർ ടാക്സ് ലൈബിലിറ്റി, കീപ് ഇൻ മൈൻഡ്, ഇഫ് ദേ ആർ ആസ്കിംഗ് ഫോർ ടാക്സ് ലൈബിലിറ്റി, you should take the amount before reducing TDS TCS after adding cess. ഇവിടെ ടോട്ടലിംഗ് 50 ലക്ഷം കഴിയുന്നില്ല, അതുകൊണ്ട് സർചാർജ് ഇല്ല. ജസ്റ്റ് പിന്നെ ടാക്സ് കണ്ടുപിടിച്ച് സെസ്സും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. പിന്നെ അധികം TDSും TCSും കുറയ്ക്കുക. ഇവിടെ ഇപ്പോൾ അഡ്വാൻസ് ടാക്സ് അടച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സും കുറയ്ക്കും. നമ്മൾ ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ടാക്സ് പേയബിൾ അല്ലെങ്കിൽ റീഫണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറയ്ക്കുന്നത് TDS, TCS, അഡ്വാൻസ് ടാക്സ്, ഇത് മൂന്നാണ് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ബാക്കി 2,22,600 ആണ് നെറ്റ് അവിടെ വരുന്ന ടാക്സ് പേയബിൾ. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ ടു ക്രോസ് ചെക്ക് ദ ആൻസർ. ഒന്നാമത്തെ ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തത് എ ആണ്. ഇപ്പം DA, അടുത്തത് എ ആണ്. DAA CD, ഡാ CD, ഡാ CD, ഡാ CD, യാ ഡാ CD, DAA CD. Got it? Now we can go to the next question. Mr. Vikram, a foreign citizen and a person of Indian origin, PIO. Mr. Vikram, a foreign citizen and a person of Indian origin, resides in country Z, country Z. ഓക്കെ, ഇയാൾ ഫോറിൻ സിറ്റിസൺ ആണേ, പക്ഷെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണേ. ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? ഇന്ത്യൻ സിറ്റിസണോ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ പ്രീവിയസ് ഇയർ ഇന്ത്യക്കകത്തൊരു വിസിറ്റിന് വന്നാൽ, കംസ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് ആണെങ്കിൽ, അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് 182 എന്നുള്ള ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ രണ്ടാമത്തെ 60+365 എന്നുള്ള ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. പക്ഷേ ആ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം ഇൻക്ലൂഡിങ് 2 ഫോറിൻ ഇൻകം 15 ലക്ഷം എക്സീഡ് ചെയ്താൽ സ്പെഷ്യൽ ടെസ്റ്റായ 120+365 അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ്റെ ഇമ്പാക്റ്റ്. ഇനി അത് മനസ്സിൽ വെച്ചിട്ട് വേണം ബാക്കി വായിക്കാൻ. ഹി ഓപ്പറേറ്റ്സ് ആൻ ഇന്റർനാഷണൽ മാനേജ്മെന്റ് കൺസൾട്ടൻസി ഫേം ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 25-26. He traveled to India for an official cum personal visit. Okay, definitely it is a visit. His consecutive period of stay in India during the current and the preceding financial is given below. നമ്മുടെ പ്രീവിയസ് 25-26 132 days ആണ്. So which is less than 182. Universal test is failed. Definitely we cannot move to 60+365. അത് പറ്റില്ലല്ലോ. The only possibility is we can move to 120+365 provided 120+365 എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവണം. ഇതാണ് കഥ. ഇയാളുടെ ബാക്കിലോട്ടുള്ള 4 കൊല്ലം നമുക്ക് വേണമെങ്കിൽ കൂട്ടി വയ്ക്കാം, കാരണം അത് ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പം 110+95+85+
85 വിച്ച് വിൽ കം ടു 375. ബാക്കിലോട്ടുള്ള 4 കൊല്ലം 375 ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കറണ്ട് ഇയറിൽ 120 ഉണ്ട്, 132 എന്ന് പറയുമ്പോൾ 120 ഉണ്ടല്ലോ. ബാക്കിലോട്ട് 4 കൊല്ലം 365, 375 ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, 120 + 365 എന്നുള്ള ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിലേ ആ കണ്ടീഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൻ്റെ മുകളിൽ വേണം. ആ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ എടുക്കും? എല്ലാ ഇന്ത്യൻ ഇൻകം എടുക്കും, 2 ഫോറിൻ ഇൻകം എടുക്കും. ഏതാ? ഫോറിൻ ബിസിനസ് ഇൻകം ഇഫ് ദ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ആ രണ്ടെണ്ണം കൂടെ എടുത്തിട്ടാണ് ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷം കഴിഞ്ഞു നോക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഡീറ്റെയിൽസ് അത് തന്നെയായിരിക്കും. യെസ്, അയാളുടെ ഇൻകം ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. പ്രൊഫഷണൽ ഫീസ് ഓഫ് 175 റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ എൻറ്റിറ്റി ഫോർ സ്പെഷ്യലൈസ്ഡ് കോർപ്പറേറ്റ് ട്രെയിനിങ് സെഷൻസ് കണ്ടക്റ്റഡ് ഫിസിക്കലി ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ദ എമൗണ്ട് വാസ് ക്രെഡിറ്റഡ് ഡയറക്ട്ലി ടു ഹിസ് ബാങ്ക് അക്കൗണ്ട് ഇൻ കൺട്രി സെറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ട്രെയിനിങ് സെഷൻ എന്ന് പറയുമ്പോൾ അത് ടെക്നിക്കൽ പ്രൊഫഷണൽ സർവീസാണ്. ഇവിടെ സർവീസ് റെൻഡർ ചെയ്തിരിക്കുന്ന ഇന്ത്യയിലാണ്, കാരണം ഫിസിക്കലി ബാംഗ്ലൂരിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എവിടെ കിട്ടി എന്നുള്ളതിന് പ്രാധാന്യമില്ല. സർവീസ് ഈസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ആ 1,75,000 ഇന്ത്യയിൽ അക്രൂഡാണ്, അത് ഇന്ത്യൻ ഇൻകമാണ്. 2, ഇൻകം ഓഫ് 850 ഡിറൈവ്ഡ് ഫ്രം ഹിസ് മാനേജ്മെന്റ് കൺസൾട്ടൻസി സെറ്റപ്പ് ലൊക്കേറ്റഡ് ഇൻ കൺട്രി സെഡ്. ദി സ്പെസിഫിക് പ്രൊവിഷൻ വാസ് ഒറിജിനലി സെറ്റപ്പ് ആൻഡ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ. ആക്ച്വലി ഇത് ഫോറിൻ ഇൻകം ആണ്, പക്ഷേ കൺട്രോൾ സെറ്റപ്പ് പ്രൊഫഷണൽ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് ഇതും കൂടി നമ്മൾ എടുക്കണം കാൽക്കുലേഷനകത്ത്. 850. പിന്നെ ഗ്രോസ് ആനുവൽ റെന്റ് റിസീവ്ഡ് അമൗണ്ടിങ് ടു 350 ഫ്രം എ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ ഹിം ഇൻ ന്യൂഡൽഹി. ഡൽഹിയിലാണ്, ഇന്ത്യയിലെ പ്രോപ്പർട്ടിയാണ്. ഇന്ത്യയിലെ ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ട് ചെയ്തെടുക്കണം, അത് ഇന്ത്യൻ ഇൻകമാണ്. ദ മുനിസിപ്പൽ ടാക്സ് ഓഫ് 20,000 ഓൺ ദിസ് പ്രോപ്പർട്ടി വെർ ബോൺ ആൻഡ് പെയ്ഡ് ഡയറക്ട്ലി ബൈ ദ ടെനന്റ്. നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പെയ്ഡ് ബൈ അസസി. ടെനന്റ് അടയ്ക്കുന്നത് കിട്ടത്തില്ല, അപ്പോൾ ഇത് കിട്ടത്തില്ല. അപ്പോൾ 3,50,000 തന്നെയാണ് നമ്മുടെ NAV. അതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ഇപ്പം 350ൻ്റെ 30% പോയിട്ട് ബാക്കി 70% എന്ന് പറയുമ്പോൾ 245 2,45,000 ആണ് ഇയാളുടെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം. ഇത് ഇന്ത്യൻ ഇൻകം ആണ്, ഇത് നമ്മൾ എടുത്തേ പറ്റൂ. ഈ ഇന്ത്യൻ ഇൻകം 245 എടുക്കണം. പിന്നെ അടുത്ത പറഞ്ഞ എന്താണ്, ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 220. SBI ആണ്, ഇന്ത്യയിലെ ബാങ്കാണ്. ഇന്ത്യൻ ഇൻകം അക്രൂഡ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഇൻകം. 4 ലക്ഷം ഏൺഡ് ആൻഡ് റിസീവ്ഡ് ഫ്രം എ കമേഴ്ഷ്യൽ ബിൽഡിംഗ് സിറ്റുവേറ്റഡ് ഇൻ കൺട്രി സെഡ്. ദിസ് വി കനോട്ട് ടേക്ക് ബിക്കോസ് ഇറ്റ്സ് എ ഫോറിൻ ഇൻകം, പക്ക ഫോറിൻ ഇൻകം, വി കനോട്ട് ടേക്ക്. നെറ്റ് ഇൻകം ഓഫ് 5 lakhs ഫ്രം അഗ്രികൾച്ചർ ഓപ്പറേഷൻ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ശ്രീലങ്ക. ഇറ്റ് ഈസ് എ ഫോറിൻ ഇൻകം, അപ്പോൾ ഇതും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫിഗറുകൾ 1,75,000 പ്ലസ് 8,50,000 രൂപ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, സെറ്റപ്പ് ഫ്രം ഇൻ ഇന്ത്യ ആയതുകൊണ്ട് അതും കൂടെ എടുക്കും. പിന്നെ 245 ഹൗസ് പ്രോപ്പർട്ടി പ്ലസ് 220 ഇൻട്രസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ടോ നോക്കുക. 1,75,000 പ്ലസ് 850 പ്ലസ് 245 പ്ലസ് 220 വിൽ കം ടു 14,90,000, 14,90,000 രൂപ. 14,90,000 എന്ന് പറയുമ്പോഴേ അയാളുടെ ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 15 lakhs, 15 ലക്ഷം എക്സീഡ് ചെയ്യുന്നില്ല. ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം 15 ലക്ഷം എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് സ്പെഷ്യൽ ടെസ്റ്റ് 120 + 365 ഇസ് നോട്ട് പോസിബിൾ. സോ ഹി സ്റ്റാറ്റസ് ഈസ് NR. ഇയാൾ നോൺ റെസിഡൻ്റ് ആണ്. ശരി, ഇയാൾ നോൺ റെസിഡൻ്റ് ആകുമ്പോൾ ഇയാളുടെ ടാക്സബിൾ ഇൻകം എത്രയായിരിക്കും? ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യാൻ പറ്റൂ. ബിക്കോസ് ഫോർ എ നോൺ റെസിഡൻറ്റ് ഓൺലി ഇന്ത്യൻ ഇൻകം ഈസ് ടാക്സബിൾ. ഇപ്പോൾ സ്റ്റാറ്റസ് കിട്ടി NR, അപ്പോൾ ഇതിൻ്റെ ടാക്സബിൾ ഇൻകം എത്ര? ഇന്ത്യൻ ഇൻകം മാത്രം. ഇതിനകത്ത് ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ 1,75 ഇന്ത്യൻ ഇൻകം ആണ്. 1,75 ഇന്ത്യൻ ഇൻകം ആണ്. പിന്നെ രണ്ടാമത്തെ ഫോറിൻ ഇൻകം ആണ്, എടുക്കാൻ പറ്റില്ല, ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മൂന്നാമത്തെ ഹൗസ് പ്രോപ്പർട്ടി 245. പിന്നെ ഉള്ള ഏതാ? നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ FD, ദാറ്റ് വിൽ കം ടു റുപ്പീസ് 2,20,000. ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ. ടാക്സബിൾ ഇൻകം 640 സ്റ്റാറ്റസ് NR ആണ്. ടോട്ടൽ ഇൻകം ടാക്സബിൾ ഇൻ ഇന്ത്യ 640. ദിസ് ഈസ് ദ സൊല്യൂഷൻ. സോ ഇതൊരു ടിപ്പിക്കൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതിനെ ബേസ് ചെയ്ത് ഇൻകം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഡിറ്റർമിൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, അത് നമ്മൾ കണ്ടുപിടിച്ചു, നോൺ റെസിഡൻ്റ് ആണ്. അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? കമ്പ്യൂട്ട് ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ബേസ്ഡ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്, വിച്ച് വിൽ കം ടു റുപ്പീസ് 6,40,000. വിൽ ചെക്ക് ദ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു 182 days യൂണിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാം, അത് കഴിഞ്ഞാൽ 60 + 365. പക്ഷേ 60 + 365 ഇവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ഓൺ എ വിസിറ്റ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ടെസ്റ്റ് പറ്റത്തില്ല. അതിന് പകരം
ഇന്ത്യൻ സോഴ്സ്ഡ് ടോട്ടൽ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സസ്, പക്ഷേ അതിനകത്ത് 2 ഇന്ത്യൻ ഇൻകം എടുക്കും. അപ്പോൾ അത് 15 ലക്ഷം എക്സീഡ് ചെയ്താൽ നമുക്ക് 120 + 365 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 120 + 365 നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മറ്റ് എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വരുന്നത് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്, 1490 വരുന്നത്, വിച്ച് ഈസ് ഡസ് നോട്ട് എക്സീഡ്സ് 15 lakhs. കറക്റ്റ് 15 ലക്ഷം വന്നാൽ പോലും പറ്റത്തില്ല, ഇറ്റ് ഷുഡ് എക്സീഡ് 15 lakhs. സോ വി ഷുഡ് ഗോ ടു ദ കൺക്ലൂഷൻ നോൺ റെസിഡൻറ്റ്. നോൺ റെസിഡൻറ്റ് ആയതുകൊണ്ട് ഇയാളുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യാൻ പറ്റൂ, വിച്ച് വിൽ കം ടു ₹6,40,000. അതായത് അവർ മറ്റേ എടുത്തിട്ട് ആ ഫോറിൻ ഇൻകം ഒഴിവാക്കി, ബാക്കി 640. അങ്ങനെയും ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ചെയ്ത പോലെ എടുത്ത് കൂട്ടി കാണിക്കാനും പറ്റും. എങ്ങനെയായാലും 6,40,000 ഈസ് ദ ടാക്സബിൾ ഇൻകം. ഐ തിങ്ക് യു ഗോട്ട് ദ കൺസെപ്റ്റ്സ്. ഇതൊരു ടിപ്പിക്കൽ സ്റ്റാറ്റസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മിസ്റ്റർ രുദ്ര and his wife Mrs. Shivani are resident in India for the previous year 25-26. രുദ്രയും രുദ്രയുടെ ഭാര്യ ശിവാനി രണ്ടുപേരും റെസിഡൻ്റാണ്. ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ കാര്യം പറയുന്നത്, രുദ്ര ഹസ്ബൻഡ്, വൈഫ് ശിവാനി. മിസ്റ്റർ രുദ്ര ഹാസ് എക്സ്പ്ലിസിറ്റ്ലി ചൂസൺ ടു ഫയൽ ഹിസ് ടാക്സ് റിട്ടേൺ അണ്ടർ ദ ഡിഫോൾട്ട് ടാക്സ് റെജിം 115 BAC. എക്സ്പ്ലിസിറ്റ്ലി ചോസൺ ടു ഫയൽ ഹിസ് ടാക്സ് റിട്ടേൺ. ഓക്കെ, രുദ്ര ഹസ്ബൻഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡിഫോൾട്ടിലാണ്, 115 BAC. ശിവാനി പക്ഷേ ഓപ്റ്റ് ഔട്ടാണ്, ശിവാനി ഓപ്റ്റ് ഔട്ടാണ്, ഫയലിംഗ് അണ്ടർ ദ ഓപ്ഷണൽ റെഗുലർ ടാക്സ് പ്രൊവിഷൻസ് ആണ്. ദേ ഫർണിഷ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ പ്രീവിയസ് 25-26 അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ്. മിസ്റ്റർ രുദ്ര ഈസ് എ വർക്കിംഗ് പാർട്ണർ ഇൻ മെസേഴ്സ് ദയാൽ ആൻഡ് കമ്പനി പാർട്ണർഷിപ്പ് ഫാം ആൻഡ് ഹി റിസീവ്ഡ് സാലറി ഓഫ് 8,20,000 ഗ്രോസ് ഫ്രം സച്ച് ഫാം. ദ സാലറി ഈസ് ആസ് പെർ ദ ലിമിറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 40B. അപ്പോൾ രുദ്രയ്ക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫാമിൽ നിന്ന് സാലറി കിട്ടുന്നുണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് ഫാമിൽ നിന്ന് പാർട്ട്ണറിന് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും സാലറി ഹെഡിലല്ല ടാക്സബിൾ ആകുന്നത്, അത് ടാക്സ് ചെയ്യുന്നത് PGBP-ലാണെന്നുള്ള ഓർമ്മ വേണം. സെക്ഷൻ 40B പ്രകാരം ഫേമിന് അലോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും റെമ്യൂണറേഷനും കിട്ടുന്ന പാർട്ട്ണറുടെ കയ്യിൽ PGBP ഹെഡിലാണ് ഇൻകത്തിലെടുക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഇത് പാർട്ട്ണറുടെ കയ്യിൽ PGBP ഹെഡിൽ ഇൻകത്തിലെടുക്കേണ്ടതാണ് ഈ 8,20,000. അത് PGBP ആണ്. മിസ്റ്റർ രുദ്രയെ സംബന്ധിച്ച് ഇത് PGP ഹെഡിലാണ് ഈ 8,20,000 പോവുക. ഇനി ദ ഡീറ്റെയിൽസ് ഓഫ് ഇവിടെ ഫേമിന് 40B പ്രകാരം ഫേമിന് ഈ 8,20,000 റെമ്യൂണറേഷനും അലോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം 820 അലോ ചെയ്യാതെ അവരിപ്പോൾ പറയുകയാണ് 820 കൊടുത്തെങ്കിലും 7 ലക്ഷമേ അലോ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 7 ലക്ഷം മാത്രമേ രുദ്രയുടെ കയ്യിൽ ഇൻകത്തിലെടുക്കാൻ പറ്റൂ PGBP-യിൽ. അപ്പോൾ കിട്ടിയതും ഫേമിന് അലോ ചെയ്തോട്ട് കമ്പയർ ചെയ്യണം. കിട്ടിയത് ഫേമിന് അലോ ചെയ്താൽ ഓക്കെ, കിട്ടിയതിനകത്ത് കുറച്ച് എമൗണ്ട് മാത്രമേ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അലോ ചെയ്താൽ മാത്രമേ ഇൻകത്തിലെടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ഷുഡ് ബി കെയർഫുൾ. ദ ഡീറ്റെയിൽസ് ഓഫ് അതർ ഇൻകം ഓർ ലോസ് ഓഫ് മിസ്റ്റർ രുദ്ര ആർ ആസ് ഫോളോസ്. ബ്രോഡ് ഫോർവേഡ് ലോസ് ഓഫ് 1,96,000 ഫ്രം ഹൗസ് അറ്റ് ഡൽഹി, ലെറ്റ് ഔട്ട് ഓഫ് ദ പ്രീവിയസ് 24-25. For this year, he opt out of the default tax regime. Current year loss 1,20,000 from such house let out. അതായത് കഴിഞ്ഞ കൊല്ലം 24-25 നമ്മുടെ രുദ്ര ഓപ്റ്റ് ഔട്ട് ആയിരുന്നു. അപ്പോൾ രുദ്ര ഈ വർഷം ഡിഫോൾട്ടാണെന്ന് മേളി പറയുന്നുണ്ട്. ഈ വർഷം രുദ്ര ഡിഫോൾട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം രുദ്ര ഓപ്റ്റ് ഔട്ട് ആയിരുന്നു. ഓപ്റ്റ് ഔട്ടിലാണെങ്കിൽ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് എടുക്കാം, ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്യാം. അങ്ങനെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് വന്നിട്ടുണ്ട് 1,96,000. അതിങ്ങോട്ട് കൊണ്ടുവരാം, എന്നിട്ട് കറണ്ട് ഇയറിലെ ഹൗസ് പ്രോപ്പർട്ടിയുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, കാരണം അത് ബ്രോഡ് ഫോർവേഡ് ലോസ് ആണ്. എന്നാൽ കറണ്ട് ഇയറിലെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഡിഫോൾട്ടിലുള്ള ആൾക്ക് കറണ്ട് ഇയറിൽ ഉണ്ടാകുന്ന ഹൗസ് പ്രോപ്പർട്ടി ലോസ് വേറെ ഒരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനോ ഈവൻ ക്യാരി ഓവർ ചെയ്യാനോ പറ്റില്ല. ഇത് ഓൾറെഡി കഴിഞ്ഞ വർഷം ഓപ്റ്റ് ഔട്ട് ആയതുകൊണ്ട് ബ്രോഡ് ഫോർവേഡ് അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അത് ഓർത്തോണം, അതൊരു ട്രിക്കി അഡ്ജസ്റ്റ്മെന്റ് ആണത്. ഈ ലാസ്റ്റ് ഇയറിൽ ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ ലാസ്റ്റ് ഇയറിലെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ക്യാരി ഓവർ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ, കാരണം ലാസ്റ്റ് ഇയർ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തത് ഓപ്റ്റ് ഔട്ടിലാണ്. അപ്പോൾ എനിക്കത് ക്യാരി ഓവർ ചെയ്യാം, അത് കറണ്ട് ഇയറിലോട്ട് വരികയും ചെയ്യും. എന്നിട്ട് കറണ്ട് ഇയറിൽ എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ കറണ്ട് ഇയറിൽ ഇയാൾക്ക് വേറെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വരികയാണെങ്കിൽ ഇയാൾക്ക് ഇത് സെറ്റ് ഓഫ് ചെയ്യാം. ഏതാ 1,96,000 സെറ്റ് ഓഫ് ചെയ്യാം. അതുപോലെ കറണ്ട് ഇയർ ലോസ് ഓഫ് 1,20,000 ഫ്രം ഹൗസ് ലെറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ അതും അയാൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം. കറണ്ട് ഇയറിൽ വേറെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വരണം, അങ്ങനെ വന്നാൽ അയാൾക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഈ വർഷത്തിൽ നിന്ന് മിച്ചം വരുന്ന ക്യാരി ഓവർ ചെയ്യാനോ സെറ്റ് ഓഫ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് ഡിഫോൾട്ടിലാണ് ഈ വർഷം രുദ്ര റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ക്യാഷ് ഗിഫ്റ്റ് ഓഫ് 1,35 റിസീവ്ഡ് ഫ്രം ഗ്രാൻഡ് ഫാദേഴ്സ് യങ്ങർ സിസ്റ്റർ. ഈ ഗ്രാൻഡ് ഫാദറുടെ യങ്ങർ സിസ്റ്റർ എന്ന് പറയുന്ന ആൾ ഒരിക്കലും റിലേറ്റീവ് അല്ല.
അതുകൊണ്ട് ഇത് ടാക്സബിൾ ആണ്. അതർ സോഴ്സിൽ രുദ്രയുടെ കയ്യിൽ ഈ 1.35 ഗിഫ്റ്റായിട്ട് ടാക്സ് ചെയ്യും, ഉറപ്പാണ്. ഡിവിഡൻഡ് ഓഫ് 60,000 ഗ്രോസ് ഓൺ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനീസ്. ഓക്കെ ഫൈൻ, അത് ഡിവിഡൻ്റ് ആണ്, അതർ സോഴ്സ് ആണ്, ഗ്രോസ് ആണ്, ടി ഡി എസ് കട്ട് ചെയ്തിട്ടില്ല, ഗ്രോസ് ആണ്, അല്ലെങ്കിൽ ടി ഡി എസ് കട്ട് ചെയ്യുന്ന മുമ്പുള്ള ഫിഗറാണ്. സോ 60,000 IFOസിൽ എടുക്കാം. അപ്പോൾ IFOസിൽ ക്യാഷ് ഗിഫ്റ്റ് ഉണ്ട്, ഡിവിഡൻ്റ് ഉണ്ട്, പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ട്, വേറെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഈ വർഷം ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ രുദ്ര ഫേമിൽ നിന്ന് കിട്ടുന്നത് PGBP ഹെഡിൽ ഇൻകം കാണിക്കാം. മിസ്സിസ് ശിവാനി, അത് ഭാര്യയുടെ കാര്യമാണ് പറയുന്നത്, incurred loss from boutique business of 2,10,000. She carried on this business with the funds gifted by Mr. Suraj to her. സൂരജ് ആരാ? അവിടെ സൂരജ് എന്നല്ല കേട്ടോ വരേണ്ടത്, അവിടെ രുദ്ര എന്നാണ് വരേണ്ടത്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്, രുദ്ര എന്നാണ് വരേണ്ടത് കേട്ടോ. ഹസ്ബൻഡ് കൊടുത്ത പൈസയിൽ നിന്ന് ബിസിനസ്സിൽ കൊണ്ടിട്ടു, ആ ബിസിനസ്സിൽ നിന്ന് 2,10,000 ലോസ് വന്നു. ഇത് ക്ലബിങ്ങിൻ്റെ പ്രൊവിഷനാണ്. എന്താണ് ക്ലബിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്? ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേർഡ് ആൻ അസറ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് മണി ടു സ്പൗസ് വിച്ച് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ എ ബിസിനസ് ആൻഡ് ഫ്രം ദാറ്റ് ബിസിനസ് ഇഫ് ലോസ് ഈസ് ഇൻകേർഡ് ദാറ്റ് ലോസ് മസ്റ്റ് ബി ക്ലബ്ഡ്, അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ലോസ് മസ്റ്റ് ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ. അപ്പോൾ രുദ്ര കൊടുത്ത പൈസ തെറ്റാണ് കേട്ടോ. സൂരജ് എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ സൂരജായിട്ടൊരു ബന്ധമില്ല, രുദ്ര എന്നവിടെ വരേണ്ടത്. അപ്പോൾ രുദ്ര കൊടുത്ത പൈസയാണ് ശിവാനി കൊണ്ടുവന്ന് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നാണ് അവർക്ക് ലോസ് ഉണ്ടായത്. അപ്പോൾ ആ ലോസ് എടുത്ത് രുദ്രയുടെ കയ്യിലോട്ട് പോകും. അപ്പോൾ രുദ്രയ്ക്ക് ഓൾറെഡി പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നൊരു PGP ഇൻകം ഉണ്ടല്ലോ. അപ്പോൾ ആ PGP ഇൻകമായിട്ട് ഈ 2,10,000 ബിസിനസ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പം രുദ്രയുടെ കയ്യിൽ വേണം ഈ ലോസ് എടുക്കാൻ, ശിവാനിയുടെ കയ്യിലല്ല. കെയർഫുൾ ആയിരിക്കണം. ക്ലബിങ്ങിലെ 3ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്ലബിങ്ങിലെ 3ാമത്തെ അല്ല, ക്ലബിങ്ങിലെ 4ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്, 4th ക്ലബിംഗ് ആണ്. മിസ്സിസ് ശിവാനി ഓൾസോ റിസീവ്ഡ് ക്യാഷ് ഗിഫ്റ്റ് ഓഫ് 11 ലക്ഷം ഫ്രം മിസ്റ്റർ രുദ്രാസ് ഗ്രാൻഡ് ഫാദർസ് യങ്ങർ സിസ്റ്റർ. മിസ്റ്റർ രുദ്രാസ് ഗ്രാൻഡ് ഫാദർ, ഓക്കെ, അതും റിലേറ്റീവ് അല്ല. അപ്പോൾ ആ ക്യാഷ് ഗിഫ്റ്റ് 11 ലക്ഷം രൂപയും IFOസിൽ ടാക്സ് ചെയ്യും. ഫ്രം മിസ്റ്റർ രുദ്രാസ് ഗ്രാൻഡ് ഫാദേഴ്സ് യങ്ങർ സിസ്റ്റർ എന്നാണ്. അപ്പോൾ അതും ടാക്സ് ചെയ്യും. അപ്പം ശിവാനിക്ക് IFOസിൽ 11 ലക്ഷം ഗിഫ്റ്റ് ഉണ്ട്, മറ്റൊരാൾക്കുണ്ട്, രുദ്രയ്ക്കുണ്ട് 1.35. ശിവാനിക്ക് ഈ 11 ലക്ഷം IFOസിൽ ഗിഫ്റ്റ് ആയിട്ട് ടാക്സ് ചെയ്യും. മിസ്റ്റർ രുദ്ര ഹോൾഡ്സ് 22% ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ക്യാരിയിങ് വോട്ടിംഗ് പവർ ഇൻ രുദ്ര ടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. രുദ്രയ്ക്ക് ഒരു കമ്പനിയിൽ 22% ഇക്വിറ്റി ഷെയർ ഉണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥാപനം. മിസ്സിസ് ശിവാനി ഓൾസോ ഹോൾഡ്സ് 25% ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഇൻ ദ സെയിം കമ്പനി. അതേ കമ്പനി തന്നെ സ്പൗസിനും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. മിസ്സിസ് ശിവാനി ഈസ് എംപ്ലോയിഡ് ആസ് ആൻ ഇന്റീരിയർ ലേഔട്ട് പ്ലാനർ അറ്റ് രുദ്ര ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് അറ്റ് എ മന്ത്ലി സാലറി ഓഫ് 50,000. ഷി ഡസ് നോട്ട് പൊസസ് ദ റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ഫോർ ദ സ്പെസിഫിക് ഡെസിഗ്നേഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതും ക്ലബിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു ഓർഗനൈസേഷനകത്ത് ഇൻഡിവിജ്വലിനും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ആ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഇൻഡിവിജ്വലിന്റെ സ്പൗസിന് ആ സ്ഥാപനത്തിൽ നിന്ന് റെമ്യൂണറേഷൻ വിത്തൗട്ട് ആഡിക്വറ്റ് നോളജ്, സ്കിൽ ഓർ എഡ്യൂക്കേഷൻ കിട്ടിയാൽ അതിനെ ആ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയുടെ കയ്യിലോട്ട് ഇൻകത്തി ക്ലബ്ബ് ചെയ്യണമെന്നാണ്. അതേസമയം ഇൻഡിവിജ്വലിനും സ്പൗസിനും രണ്ടുപേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ആരുടെ ടോട്ടൽ ഇൻകം ആണോ ഹയർ, ആ ഹയർ ടോട്ടൽ ഇൻകം ഉള്ള വ്യക്തിയുടെ കയ്യിലോട്ട് വേണം ഈ റെമ്യൂണറേഷനെ ക്ലബ്ബ് ചെയ്യാനെന്നാണ്. ഇവിടെ രുദ്രയ്ക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് 22% ഷെയർ, ശിവാനിക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് 25%. രണ്ടുപേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. രണ്ടുപേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഓർഗനൈസേഷനിൽ നിന്ന് ഒരാൾക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രൊവിഷൻ? ഇതിൽ ആരുടെ ടോട്ടൽ ഇൻകം ആണോ ഹയർ അതിനോടൊപ്പം ഈ റെമ്യൂണറേഷൻ ക്ലബ് ചെയ്യണമെന്നാണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മന്ത്ലി സാലറി 50,000 വെച്ച് ഒരു വർഷത്തേക്ക് 6 ലക്ഷം രൂപ കിട്ടും. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് മിച്ചം വരുന്ന എമൗണ്ട് രുദ്രയെ ക്ലബ് ചെയ്യണോ ശിവാനിയെ ക്ലബ് ചെയ്യണോ എന്ന് അറിയണമെങ്കിൽ ഈ ഒരു ഐറ്റം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റവും വെച്ചുകൊണ്ട് ഇവരുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ശിവാനിയുടെ ടോട്ടൽ ഇൻകവും രുദ്രയുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ഇറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബാക്കി എല്ലാ ക്ലബിങ്ങും ചെയ്യണം. ബാക്കി എല്ലാ ക്ലബിങ്ങും ചെയ്തിട്ട് ഇതിൽ ആരുടെ ടോട്ടൽ ഇൻകം ആണ് ഹയർ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഹയർ ടോട്ടൽ ഇൻകം വരുന്ന വ്യക്തിയുടെ കയ്യിലോട്ട് വേണം ഈ റെമ്യൂണറേഷനെ ക്ലബ് ചെയ്യാൻ. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് മാറ്റി വയ്ക്കുക, ബാക്കിയുള്ള എല്ലാം ചെയ്യുക. എന്നിട്ട് രുദ്രയുടെ ടോട്ടൽ ഇൻകം ആണോ ശിവാനിയുടെ ടോട്ടൽ ഇൻകം ആണോ ഹയർ നോക്കുക. അതിനോടൊപ്പം ഈ റെമ്യൂണറേഷനിൽ നിന്ന് അതിൽ ആരുടെ ടോട്ടൽ ഇൻകം ആണോ ഹയർ നോക്കുക. അയാൾ ഡിഫോൾട്ട് ആണെങ്കിൽ 70,000 കുറയ്ക്കുക, അയാൾ ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ 50,000 കുറയ്ക്കുക. എന്നിട്ട് അത് ക്ലബ് ചെയ്യുക. ഇറ്റ്സ് വെരി നൈസ് അഡ്ജസ്റ്റ്മെന്റ്. ഓൺ 15/5/2025 മിസ്റ്റർ രുദ്ര ഗിഫ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഓഫ് 80 ലക്ഷം ടു ഹിസ് ബ്രദേഴ്സ് വൈഫ് മിസിസ് കെ. രുദ്ര ബ്രദറിന്റെ വൈഫിന്
80 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. സബ്സിക്വന്റ് ലോൺ 20/5/2025, ഓൾമോസ്റ്റ് സിമിലർ ടൈമിൽ രുദ്രയുടെ ബ്രദർ ഗിഫ്റ്റഡ് എ കമേഴ്ഷ്യൽ ബിൽഡിംഗ് ലൊക്കേറ്റ് മുംബൈ വാല്യൂഡ് 60 lakhs ടു മിസ്റ്റർ രുദ്രാസ് വൈഫ്. ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുകയാണ്. നമ്മൾ ക്ലബിംഗിന്റെ ഏറ്റവും അവസാനം പഠിച്ച കൺസെപ്റ്റാണ് കേശവ് ജി മൊറാർജി സുപ്രീം കോർട്ട് ഡിസിഷൻ, വേർ ടു ട്രാൻസാക്ഷൻസ് ആർ ഇന്റർ കണക്റ്റഡ് ആൻഡ് പാർട്ട് ഓഫ് ദ സെയിം ട്രാൻസാക്ഷൻ in such a way to create a circuitous method to avoid the payment of tax, the clubbing provisions will be applicable. രണ്ടിടത്തും കൊടുക്കുന്ന എമൗണ്ട് ഡിഫറൻ്റ് ആണെങ്കിൽ ലോവർ എമൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഇൻകത്തിന് വേണം ക്ലബ് ചെയ്യാൻ. ഇവിടെ ഒരാൾ കൊടുത്തത് 80 ലക്ഷവും മറ്റാൾ കൊടുത്തത് 60 ലക്ഷമാണ്. ഇതിൻ്റെ ഇൻകം ഏൺ ചെയ്യുന്നതിന് അവർ തന്നിട്ടുണ്ടാവും. ആ ഇൻകത്തിനെടുത്ത് നമ്മൾ നമ്മുടെ ക്രോസ് ട്രാൻസ്ഫർ എന്നുള്ള കൺസെപ്റ്റിൽ ക്ലബ് ചെയ്യണം. അപ്പോൾ ഇവിടെ മുംബൈ വാല്യൂഡ് 60 ലക്ഷം ടു മിസ്റ്റർ രുദ്രാസ് വൈഫ്. മിസ്സിസ് ശിവാനി ഇമ്മീഡിയറ്റ്ലി ലെറ്റ് ഔട്ട് ദിസ് കമേഴ്ഷ്യൽ ബിൽഡിംഗ് ഫ്രം 1/6/2025 yielding a gross rent of 2 lakh up to 31/3/26. ഓക്കെ, ആ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ നിന്ന് ശിവാനിക്ക് 2 ലക്ഷം രൂപ റെന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഗ്രോസ് റെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ റെന്റിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം 30%. എന്നിട്ട് ബാക്കി വരുന്ന ഇൻകം ഫ്രം കമേഴ്ഷ്യൽ ബിൽഡിംഗ്, ആ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ശിവാനിക്ക് കിട്ടിയതിനെടുത്ത് ക്രോസ് ട്രാൻസ്ഫർ പ്രകാരം സ്പൗസിന് കിട്ടുന്ന അങ്ങോട്ടാണല്ലോ ക്ലബ് ചെയ്യേണ്ടത്. അപ്പോൾ ശിവാനിക്ക് കിട്ടിയ ഈ പൈസ എടുത്ത് രുദ്രയുടെ കയ്യിലോട്ട്, ഹസ്ബൻഡിന്റെ കയ്യിലോട്ട് ക്ലബ് ചെയ്യണം. ഇത് ഡയറക്റ്റ് രുദ്രയുടെ കയ്യിലോട്ടാണ് ക്ലബ് ചെയ്യുക. അതുപോലെ ഇത് മറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല. കറസ്പോണ്ടിങ് മറ്റ് ഷെയർ എന്നുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അതായത് ഓൾമോസ്റ്റ് ഈ സിമിലർ എമൗണ്ട് തന്നെ അപ്പുറത്ത് രുദ്രയുടെ ബ്രദറിന്റെ കയ്യിലോട്ടും ക്ലബ് ചെയ്യും. അത് അവരുടെ കാര്യം ചോദിച്ചിട്ടില്ല, തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട, ഈ കാര്യം മാത്രം പറഞ്ഞാൽ മതി. എന്തായാലും 60 ലക്ഷം എന്ന് പറഞ്ഞാൽ 80 ലക്ഷത്തിനേക്കാളും കുറവാണല്ലോ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 2 ലക്ഷത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ബാക്കിയെടുത്ത് രുദ്രയുടെ കയ്യിലേക്ക് ക്ലബ് ചെയ്യുക. Mr. Rudra received interest on enhanced compensation on 15th April 2026 of rupees 2 lakh. It is related to transfer of a piece of land in the financial year 2018-19. ഇത് നമ്മുടെ അതർ സോഴ്സിൽ ഐറ്റമാണ്. ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷനോ എൻഹാൻസ്ഡ് കോമ്പൻസേഷനോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 50% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ബാക്കി അതർ സോഴ്സിൽ എടുക്കണം. അപ്പോൾ രുദ്രയുടെ കയ്യിൽ 2 ലക്ഷത്തിൻ്റെ 50%. എഗെയിൻ ദർ ഇസ് എ പ്രോബ്ലം. അത് കിട്ടിയിരിക്കുന്ന ഡേറ്റ് കറണ്ട് ഇയറിലല്ല കേട്ടോ. അവിടെ ഇതൊക്കെ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് ശ്രദ്ധിച്ചോളേ. 15th April 2026 അത് നെക്സ്റ്റ് ഇയർ ആണേ. ഇത് എടുക്കണ്ട, ഇത് അടുത്ത വർഷം ടാക്സ് ഉള്ളൂ. കാരണം അത് റെസീറ്റ് ബേസിസിലല്ലേ ടാക്സ് ചെയ്യുന്നേ. അപ്പോൾ 2026-27 നെക്സ്റ്റ് ഇയർ ടാക്സ് ഉള്ളൂ, ഈ വർഷം എടുക്കണ്ട. ഇത് സപ്പോസ് മാർച്ച് 26 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എടുത്തേനെ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 50% കുറച്ചിട്ട് എടുത്തേനെ. ഇതിപ്പോൾ എടുക്കണ്ട, നോട്ട് ടാക്സബിൾ ബിക്കോസ് നെക്സ്റ്റ് ഇയർ ഓൺലി ഇറ്റ് വിൽ ബി ടാക്സബിൾ കിട്ടുന്ന സമയത്ത്. എടാ ഇപ്പം ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രുദ്രയുടെ ടോട്ടൽ ഇൻകം ആണോ ശിവാനിയുടെ ടോട്ടൽ ഇൻകം ആണോ ഹയർ എന്നുള്ളത് കിട്ടും. ഇവിടെ ഇപ്പോൾ രുദ്രയുടെ കയ്യിലോട്ട് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വരുന്നുണ്ട്. ഈ ഹൗസ് പ്രോപ്പർട്ടി ഇൻകത്തിനോട് മറ്റേ ലോസ് ഇല്ല, ഹൗസ് പ്രോപ്പർട്ടി ലോസ് ലെറ്റ് ഔട്ടിൻ്റെ, അത് സെറ്റ് ഓഫ് ചെയ്യാം. മിച്ചം വരുന്ന ലോസ് കളയണം, അത് ക്യാരി ഓവർ ചെയ്യാനൊന്നും ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ട് ടോട്ടൽ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ അയാൾ കഴിഞ്ഞ വർഷം അയാൾ ഓപ്റ്റ് ഔട്ട് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലോസ് ഇങ്ങോട്ട് 1.96, പിന്നെ കറണ്ട് ഇയറിൽ തന്നെ ആ ലെറ്റ് ഔട്ടിൽ നിന്ന് ഒരു 1.20 ലോസ് ഉണ്ട്. അപ്പോൾ ഏതാണ്ട് പിന്നെ എന്താ പറയുക 2 ലക്ഷത്തിന് മുകളിൽ, 3 ലക്ഷത്തിൻ്റെ മുകളിൽ ലോസ് ഉണ്ട്. പിന്നെ അപ്പോൾ ഈ ലോസിന് എടുത്തിട്ട് നമുക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടി ലോസ് എടുത്ത് ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ് ചെയ്യണതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ ക്ലബിങ് ചെയ്ത് വരുന്ന ശിവാനിക്ക് കിട്ടിയ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം അങ്ങോട്ട് ക്ലബ് ചെയ്യുമല്ലോ. 2 lakhന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ബാക്കി ആ വരുന്ന എമൗണ്ട് വരെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. മിച്ചം വരുന്നത് കളയേണ്ടി വരും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം രുദ്രയുടെ ടോട്ടൽ ഇൻകം ആണോ ശിവാനിയുടെ ടോട്ടൽ ഇൻകം ഹയർ എന്ന് കിട്ടും. അതിനോടൊപ്പം വേണം ആ കമ്പനി, ഇവർക്ക് രണ്ടുപേർക്കും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയിൽ നിന്ന് കിട്ടിയ ആ സാലറി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ബാക്കിയെടുത്ത് ഹയർ ഇൻകം വരുന്ന ആളുടെ കയ്യിലോട്ട് ക്ലബ് ചെയ്യണം. അത് രുദ്രയുടെ ആണോ ശിവാനിയുടെ ആണെന്ന് ചെയ്ത് നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും. വി ക്യാൻ ഗോ ടു ദ സൊല്യൂഷൻ. അപ്പോൾ ആദ്യം സാലറി. അപ്പോൾ സാലറി ഈ പറയുന്ന 50,000 വെച്ച് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റഫർ നോട്ട് 1 അതിപ്പോൾ അവരെടുത്തിരിക്കുന്ന ശിവാനിയുടെ കോളത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് ശിവാനിയുടെ കോളത്തിൽ എടുത്തത്? പ്രോബബ്ലി ദേ വിൽ പുട്ട് ദ നോട്ട് ലാസ്റ്റ്. As per section 64(2), when both the spouses have a substantial interest, രണ്ടുപേർക്കുണ്ടെങ്കിൽ either individually or along with their relative in a concern, and one receives a salary without any technical professional qualification, such a remuneration must be clubbed in the hands of that spouse whose total income excluding such a remuneration is higher. In the present case, both Mr. Rudra, holding 22% voting power, and Shivani, 25% voting power, have substantial interest in Rudra Tech Private Limited. Since Shivani is totaling, okay, അപ്പോൾ ഇത് മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ ടോട്ടൽ, അപ്പോൾ ഈ റെമ്യൂണറേഷൻ അവിടെ നിൽക്കട്ടെ, 6 ലക്ഷം അവിടെ നിൽക്കട്ടെ. ഓക്കെ, ബാക്കി നമ്മൾ നോക്കിയാൽ മതി. ബാക്കി നോക്കുമ്പോൾ
ഈ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടി ഡയറക്റ്റായിട്ട് ക്ലബ് ചെയ്ത് വരുന്ന ഹൗസ് പ്രോപ്പർട്ടിയാണ്. ശിവാനിക്ക് ആ ക്രോസ് ട്രാൻസ്ഫർ വരുന്ന ഹൗസ് പ്രോപ്പർട്ടി 2 lakhs, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് 140. ഓൾറെഡി രുദ്രയുടെ കയ്യിൽ, ഹസ്ബൻഡിൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം അയാൾ ഓപ്റ്റ് ഔട്ട് ആയിരുന്നു, ബ്രോഡ് ഫോർവേഡ് ചെയ്ത് വരുന്ന ലോസ് ഉണ്ട്. അപ്പോൾ ആ ലോസ് എടുത്ത് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ മിച്ചം 20,000 വരും. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രോഡ് ഫോർവേഡ് ലോസ് ഫ്രം ഹൗസ് അറ്റ് ഡൽഹി 20,000 ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ഓഫ് ചെയ്തു. അപ്പം ബാക്കി കളയേണ്ടി വരും, ബാക്കി കിട്ടത്തില്ല, മിച്ചവും കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇത്രയാകുമ്പം നില്ലായി, അത് പൂജ്യമായി, ഹൗസ് പ്രോപ്പർട്ടി പൂജ്യമായി, സെറ്റ് ഓഫ് ചെയ്ത് പോയപ്പോൾ അത് പൂജ്യമായി. ഇനി എന്താ? അപ്പോൾ ഇനിയുള്ളത് ഇന്റർ സോഴ്സ് ചെയ്തിട്ടേ ബ്രോഡ് ഫോർവേഡ് ചെയ്യാവൂ എന്നുള്ളത് കൊണ്ടാണ് ഡൽഹിയിലെ വീടിൻ്റെ കറണ്ട് ഇയർ ലോസ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ആ ബ്രോഡ് ഫോർവേഡിൽ നിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആകുമ്പോൾ ഡിഫോൾട്ടി പറ്റുമല്ലോ. എന്തുകൊണ്ട് ആദ്യം 120 എടുത്തിട്ട് പിന്നെ 20 എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് ആ പറഞ്ഞിരിക്കുന്ന 120 എന്ന് പറയുന്ന ഫിഗർ ആക്ച്വലി ഈ പറയുന്ന പ്രോപ്പർട്ടിയുടെ കറണ്ട് ഇയറിലുള്ള ലോസാണ്. ഈ 1,00,000, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. 120 കറണ്ട് ഇയർ ലോസാണ്, 196 ബ്രോഡ് ഫോർവേഡാണ്. അപ്പം നമ്മൾ സെറ്റ് ഓഫിനകത്ത് പഠിച്ചിട്ടില്ലേ, കറണ്ട് ഇയർ ലോസും ഉണ്ട് ബ്രോഡ് ഫോർവേഡ് ലോസും ഉണ്ടെങ്കിൽ എപ്പോഴും ആദ്യം നമ്മൾ കറണ്ട് ഇയർ ലോസ് സെറ്റ് ഓഫ് ചെയ്തിട്ടേ ബ്രോഡ് ഫോർവേഡ് ലോസ് എടുക്കാൻ പാടുള്ളൂ എന്നാണല്ലോ നിയമം. ആ പോയിന്റ് അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തിരിക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ചെയ്തു നമ്മുടെ ആരുടെ, പിന്നെ രുദ്രയുടെ ഹൗസ് പ്രോപ്പർട്ടി പൂജ്യമായി. ഇനി രുദ്രയുടെ PGP, ഫേമിൽ നിന്ന് കിട്ടിയ സാലറി അത് PGPയിൽ എടുക്കേണ്ടേ 820. പിന്നെ കറണ്ട് ഇയറിൽ അയാൾക്ക് ക്ലബ് ചെയ്ത് വരുന്ന ലോസ് ഉണ്ടല്ലോ, ഇയാൾ ഗിഫ്റ്റ് കൊടുത്ത പൈസ, ഞാൻ പറഞ്ഞു അവിടെ സൂരജ് എന്നല്ല പേര്, രുദ്ര ഗിഫ്റ്റ് കൊടുത്ത പൈസയെ കൊണ്ടുവന്ന് ഭാര്യ ശിവാനി കൊണ്ടുവന്ന് ബിസിനസ്സിലിട്ടു, അവിടെ നിന്ന് ലോസ് വന്നു. ഫോർ ദ പർപ്പസ് ഓഫ് ക്ലബിങ് ദ വേർഡ് ഇൻകം ഇൻക്ലൂഡ്സ് ലോസ് ഓൾസോ. അപ്പോൾ ആ 2 10 ഹസ്ബൻഡ് കയ്യിലോട്ട് ക്ലബ് ചെയ്തു, കാരണം ഇയാൾ കൊടുത്ത പൈസയിൽ നിന്നാണ് ലോസ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് ക്ലബ് ചെയ്യണം. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഗിഫ്റ്റഡ് അസറ്റ് ടു സ്പൗസ് വിച്ച് ഇൻ ടേൺ ഇൻവെസ്റ്റഡ് ഇൻ എ ബിസിനസ്, ഇൻകം ഓർ ലോസ് ഫ്രം ദാറ്റ് ബിസിനസ് മസ്റ്റ് ബി ക്ലബ്ഡ്. അപ്പോൾ അതുകൊണ്ട് ആ 210 ഇങ്ങോട്ട് എടുത്തു, ഈ 820 സെറ്റ് ഓഫ് ചെയ്തു, ബാക്കി 610 വന്നു. 6,10,000 റുപ്പീസാണ് PGBPക്കകത്ത് വന്ന നെറ്റ് എമൗണ്ട്. 610, 820 210 കുറച്ചിട്ട് ബാക്കി 610. ഇത് PGP ആണ് രുദ്രയുടെ. ഈ രുദ്രയ്ക്ക് അതർ സോഴ്സിൽ ഗിഫ്റ്റ് ഉണ്ട്, ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ സിസ്റ്റർ റിലേറ്റീവ് അല്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് 35 അവിടെ ക്ലബ് ചെയ്തു. പിന്നെ ഉള്ളത് എന്താ? പിന്നെ ഉള്ളത് ഡിവിഡൻഡ് ഗ്രോസ്. ഇത്രയും കൂട്ടുമ്പോൾ രുദ്രയ്ക്ക് നിലവിൽ 195 ആണ്. ആ കമ്പനി എന്നുള്ള റെമ്യൂണറേഷൻ കൂട്ടാതെ ബാക്കി എടുക്കുമ്പോൾ 195 ആണ്. ഇനി ശിവാനിക്ക് എന്തൊക്കെ ഇൻകം ഉള്ളത്? അപ്പോൾ ശിവാനിയുടെ ഇൻകം വരുമ്പോൾ ശിവാനിക്ക് ആകെ ഉള്ളത് IFOസിലൂടെ 11 ലക്ഷം ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതെടുക്കണം. ആ 11 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെ ഇത്രയും ചെയ്യും, ബാക്കിയുള്ള ആ സാലറി മാറ്റി നിർത്തിയിട്ട് ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ശിവാനിയുടെ ഇൻകം ഹയർ 11 ലക്ഷം. അപ്പോൾ ഇനി ശിവാനിയുടെ കൂടെ വേണം ശിവാനിക്കും ഹസ്ബൻഡിനും സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയിൽ നിന്ന് കിട്ടിയ റെമ്യൂണറേഷൻ ശിവാനിയുടെ കയ്യിലോട്ട് വേണം ക്ലബ് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന സാലറി ഉണ്ട്, അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ബാക്കി എടുക്കണം. 6 ലക്ഷം രൂപയാണ് സാലറി കിട്ടിയിരിക്കണം, 50,000 വെച്ച് 12. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. ശിവാനി ഓപ്റ്റ് ഔട്ട് ആണെന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് വൈ 50,000 കുറച്ചു. ഇതിപ്പോൾ രുദ്രയുടെ കയ്യിലോട്ടാണ് പോയിരുന്നെങ്കിൽ രുദ്ര ഡിഫോൾട്ട് എന്ന് പറയുന്നുണ്ട്, 70,000 കുറച്ചേനെ. ശിവാനി അതുകൊണ്ട് 50,000 കുറച്ച്, ബാക്കി 550 എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന ശിവാനിയുടെ കയ്യിലോട്ട് ക്ലബ് ചെയ്തു. അപ്പോൾ ശിവാനിയുടെ ടോട്ടൽ ഇൻകം 1650 11 ലക്ഷം അതർ സോഴ്സിലെ ഗിഫ്റ്റ് പ്ലസ് ക്ലബ് ചെയ്ത സാലറി 550, അങ്ങനെ 1650. ക്ലബിംഗ് ആണ്, ടിപ്പിക്കൽ ക്ലബിംഗ് ആണ്. അതിനകത്ത് ചെറിയ രീതിയിൽ സെറ്റ് ഓഫിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ. Asking for the next question. We are moving to the next question. TDS ആണ്. Examine the applicability of tax deducted at source and compute the amount of tax required to be deducted, if any, in each of the following cases for the previous year 25-26. Mr. Vivek, a resident individual engaged in the business of electrical goods, had a turnover of 18 crore during the previous year 24-25. മിസ്റ്റർ വിവേക് ഓക്കെ ബിസിനസ്സാണ്, ടേൺ ഓവർ 18 കോടി, കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 18 കോടിയാണ്. കറണ്ട് ഇയറിൽ ഹി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സെനിത്ത് ട്രേഡേഴ്സ്, എ റെസിഡന്റ് സെല്ലർ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. സോ ടിപ്പിക്കലി ദിസ് ഈസ് സെക്ഷൻ 194Q. 194Q പ്രകാരം പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 10 കോടി രൂപയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ്സുകാരൻ കറണ്ട് ഇയറിൽ മറ്റൊരു ബിസിനസ്സുകാരൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപയിൽ കൂടുതൽ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ 50 ലക്ഷത്തിൻ്റെ മുകളിലോട്ടുള്ള എക്സസ് എമൗണ്ടിൻ്റെ മണ്ടയ്ക്ക് 0.1% TDS ഡിഡക്ട് ചെയ്യണം. ദിസ് ഈസ് എ പ്രൊവിഷൻ 194Q. ഇവിടെ വിവേക് ബിസിനസ്സുകാരനാണ്, പ്രിസീഡിംഗ് ഇയറിലെ ടേൺ ഓവർ 10 കോടി കൂടുതലാണ്,
കറണ്ട് ഇയറിൽ അയാൾ മേടിച്ചിരിക്കുന്ന പർച്ചേസ് ഒരു സെല്ലറുടെ നിന്ന് കറണ്ട് ഇയറിലെ പർച്ചേസ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ആദ്യം 15 മെയ് 2025 24 ലക്ഷം. എന്തായാലും അതിന് ടി ഡി എസ് വരില്ല, കാരണം 50 ലക്ഷം വരെ ടി ഡി എസ് വേണ്ടല്ലോ. ഓഗസ്റ്റിൽ വീണ്ടും 31 ലക്ഷം രൂപ മേടിച്ചു. അപ്പോൾ പ്രശ്നമാണ്, 24 ലക്ഷം പ്ലസ് 31 ലക്ഷം എന്ന് പറയുമ്പം അത് 55 ലക്ഷം രൂപയായി. അപ്പോൾ അവിടെ 22 ഓഗസ്റ്റ് 2025 55 ലക്ഷം ആയി മൊത്തം പർച്ചേസ് ഈ കറണ്ട് ഇയറിൽ. അപ്പോൾ ഇത് 50 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 5 ലക്ഷം രൂപ വരും. അപ്പോൾ 22 ഓഗസ്റ്റ് 2025 5 ലക്ഷം രൂപയുടെ 0.1% ടി ഡി എസ് കട്ടേണ്ടി വരും 194 ക്യൂവിൽ. ഇനി 18 നവംബറിന് 29 ലക്ഷം എന്തായാലും വരും, കാരണം ഓൾറെഡി 50 ലക്ഷം ത്രഷോൾഡ് കഴിഞ്ഞല്ലോ. അപ്പം നവംബർ 25 ആ 29 ലക്ഷത്തിൻ്റെയും 0.1% ടി ഡി എസ് വരും. സെല്ലേഴ്സ് അക്കൗണ്ട് വാസ് ക്രെഡിറ്റഡ് ഓൺ ദ റെസ്പെക്റ്റീവ് ഡേറ്റ്സ് ഓഫ് പർച്ചേസ് ആൻഡ് ദ എൻറ്റയർ പേയ്മെന്റ് ഓഫ് 84 lakhs വാസ് മെയ്ഡ് ഓൺ 15 മാർച്ച് 2026. ഇവിടെ ക്രെഡിറ്റ് ഡേറ്റ് ആണ് ഏർലിയർ ആയിട്ട് എടുക്കേണ്ടത്, കാരണം ഈ പേയ്മെന്റ് ഡേറ്റ് പിന്നീടാണ് വന്നിരിക്കുന്നത്. കാരണം ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന പർച്ചേസ് ഡേറ്റില്ല, പേയ്മെന്റ് 15 മാർച്ചാണ്. അപ്പോൾ 194 ക്യൂല് ടി ഡി എസ് ഡിഡക്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓർ ക്രെഡിറ്റ് വിച്ച് ഇസ് ഏർലിയർ എന്നാണ്. അതുകൊണ്ട് 22 ഓഗസ്റ്റ് 2025 5 ലക്ഷത്തിൻ്റെ 0.1%, 18 നവംബർ 2025 29 lakhsന്റെ 0.1% ടി ഡി എസ് ഡിഡക്ട് ചെയ്യേണ്ടി വരും ആസ് പെർ സെക്ഷൻ 194 ക്യൂ. ABC Technologies Limited paid 42,000 as sitting fees to one of its directors, Mrs. Kavita, on 10th January 26. നമുക്കറിയാം ആസ് പെർ 194J ഡയറക്ടർ സിറ്റിംഗ് ഫീസിന് ത്രഷോൾഡ് ലിമിറ്റ് ഇല്ല. അതിന് എത്ര രൂപ കൊടുത്താലും ടി ഡി എസ് ആപ്ലിക്കബിൾ ആണ്. ദ എമൗണ്ട് ഈസ് 42,000 വിച്ച് ഈസ് ഈവൻ ദോ ദ ത്രഷോൾഡ് ലിമിറ്റിനേക്കാളും 50,000 കുറവാണെങ്കിൽ പോലും ഈ 42,000 രൂപയ്ക്ക് ടി ഡി എസ് ആപ്ലിക്കബിൾ ആണ്. 194J ആണ്. 10% ടി ഡി എസ്, 42,000 10%, 4,200 ടി ഡി എസ് കമ്പനി ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി പൈസ കൊടുക്കാവൂ കവിതയ്ക്ക്. 194J. Government of Rajasthan paid 4,80,000 to Mr. Raghav, a resident individual, on 18th December 2025 as compensation on compulsory acquisition of his urban land. അർബൻ ലാൻഡിന്റെ കമ്പൽസറി അക്വസിഷന്റെ ക്യാപിറ്റൽ ഗെയിന് അപ്പോൾ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ആയതുകൊണ്ട് അതിനെന്തായാലും ടി ഡി എസ് ആപ്ലിക്കബിൾ ആണ്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ വരാത്തത്. പക്ഷെ 5 ലക്ഷത്തിന്റെ മുകളിൽ കോമ്പൻസേഷൻ കൊടുത്താലാണല്ലോ 194 LA എന്നുള്ള സെക്ഷൻ അട്രാക്ട് ചെയ്യുക. ഇതിപ്പോൾ 5 ലക്ഷത്തിൽ താഴെ ഇല്ലേ, 480 അല്ലേ, ടി ഡി എസ് വേണ്ട. 194 LA not applicable. So we'll check the solution. So first one, 194 Q, 22 ഓഗസ്റ്റിന് 0.1% ഓഫ് 5 lakhs and 18th നവംബറിന് 0.1% ഓഫ് 29 lakhs. ആ കാര്യങ്ങളൊക്കെ പറയണം. 50 ലക്ഷം വരെ വേണ്ട എന്നുള്ള കാര്യമൊക്കെ പറയണം. ടോട്ടൽ ടി ഡി എസ് 3,400. രണ്ടാമത്തേൻ്റെ 10% 194J ത്രഷോൾഡ് ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല, എനി എമൗണ്ട് ഇസ് ലൈബിൾ. LA 5 ലക്ഷം കഴിയുന്നില്ല, സോ നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, നമ്മൾ ആ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. Ninth question, right? Yeah. So TDS അത്ര ക്വാളിറ്റി ഇല്ല. ഇതിൽ നല്ല ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കായിരുന്നു. RTPയിൽ ഇത്തവണ TDSന്റെ ക്വസ്റ്റ്യൻ എനിക്ക് വലിയ അഭിപ്രായമില്ല. റെസിഡൻസ് സ്റ്റാറ്റസ് കൊള്ളാം. ക്ലബിങ്ങിന്റെ ക്വസ്റ്റ്യൻ നൈസ്. ക്ലബിങ്ങിന്റെ വെരി നൈസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ TDSന്റെ അത്ര പോലെ 9 ഭയങ്കര സിമ്പിളായി പോയി ക്വസ്റ്റ്യൻ. മിസ്റ്റർ സമാർ, എ 62-year-old റെസിഡന്റ് ഇൻഡിവിജ്വൽ. റെസിഡന്റ് സീനിയർ സിറ്റിസൺ ആണ്, ശ്രദ്ധിച്ചോണേ, 62 വയസ്സാണ്. ഓപ്പറേറ്റ്സ് എ സ്മോൾ റീറ്റെയിൽ ഷോപ്പ് ഫോർ ദ പ്രീവിയസ് 25-26. മിസ്റ്റർ സമർ ഫർണിഷ്ഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. ഓക്കെ, എന്താ സംഭവം? മിസ്റ്റർ സമാർ chose to file his tax return under the default tax regime under section 115 BAC. Okay. For the previous 25-26, he computed total income of 3,80,000. ഡിഫോൾട്ട് ടാക്സ് റെജിം ആകുമ്പം അപ്പനും അമ്മമ്മയാണെന്നുള്ള കൺസെപ്റ്റ് ആപ്ലിക്കബിൾ അല്ല. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ എല്ലാ അസസീസിനും ഇൻഡിവിജ്വൽസിനും ബേസിക് എക്സംഷൻ ലിമിറ്റ് 4 ലക്ഷമാണ്. ഇയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3,80,000 എന്നാണ് പറയുന്നത്. 380 എന്ന് പറയുമ്പം 4 ലക്ഷത്തിനേക്കാളും താഴെയാണ്. അപ്പോൾ അയാളുടെ ഇലക്ട്രിസിറ്റി കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് 95,000 തന്നിട്ടുണ്ട്. അഡീഷണലി വേരിയസ് ബാങ്ക് ഡിഡക്റ്റഡ് ഓൺ ആഗ്രിഗേറ്റഡ് TDS 28,000 ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഏണിങ്സ്. അയാളുടെ ഗ്രോസ് റെസീവ്സ് ഫ്രം റീറ്റെയിൽ ഷോപ്പ് 28 ലക്ഷം. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? അപ്പോൾ ചോദ്യം ചോദിക്കുന്നത്
ഇയാൾ വെദർ മിസ്റ്റർ സമാർ ഈസ് കമ്പൽസറിലി റിക്വയർഡ് ടു ഫയൽ ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം ഫോർ അസസ്മെൻറ്റ് ഇയർ 2026-27 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കൺസേൺഡ് പ്രൊവിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ റിട്ടേൺ ഫയലിംഗ് ചാപ്റ്റർ എന്നുള്ള ഏരിയ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഫയലിംഗ് ഓഫ് റിട്ടേണിനകത്ത് ഒരു പറയുന്നത് ഒന്നുകിൽ ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷം കഴിയണം, നമ്മൾ പഠിച്ചാണ്. ബിസിനസ് ആണെങ്കിൽ ടേൺ ഓവർ 60 ലക്ഷം കഴിയണം. പിന്നെ TDS TCS 25,000 കഴിയണം. പക്ഷേ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇയാൾ സീനിയർ സിറ്റിസൺ ആണേ 50,000 കഴിയണം. ഇയാളുടെ കേസിൽ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ലല്ലോ. ഇയാൾ ബിസിനസ്സുകാരനാണ്. അയാളുടെ ടേൺ ഓവർ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഗ്രോസ് റെസീറ്റ്സ് എന്ന് പറഞ്ഞാലും റീറ്റെയിൽ ഷോപ്പാണ്, ബിസിനസ്സാണേ. അത് അവിടെ 10 ലക്ഷം ലിമിറ്റ് എടുക്കല്ലേ. അവിടെ ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ ത്രഷോൾഡ് ലിമിറ്റിനേക്കാളും കുറവാണല്ലോ. ബിസിനസ്സിൻ്റെ ആണെങ്കിൽ 60 ലക്ഷം കഴിയണം, 60 ലക്ഷം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് ആദ്യം ആപ്ലിക്കബിൾ അല്ല. ഈ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് 95,000 ആണ്, അത് 1 ലക്ഷത്തിൽ താഴെയാണ്. TDS 50,000 ഇല്ല. അപ്പോൾ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലയബിൾ അല്ല. സാധാരണ ഇതിൽ ടോട്ടൽ ഇൻകം ബേസിക് എക്സംഷൻ കഴിയണം. ഇവിടെ അല്ലെങ്കിൽ GTI. ഇപ്പം ഇവിടെ ചാപ്റ്റർ 6 ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല, കാരണം ഡിഫോൾട്ട് ആണല്ലോ. ഇൻകം 3,80,000 4 താഴെയാണ്, അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ലയബിൾ അല്ല. ഇലക്ട്രിസിറ്റി 1 ലക്ഷത്തിൽ താഴെയാണ്, അപ്പോൾ ഫയൽ ചെയ്യാൻ ലയബിൾ അല്ല. TDS 50,000 താഴെയാണ്, ലയബിൾ അല്ല. ബിസിനസ്സിൻ്റെ ടേൺ ഓവർ 60 ലക്ഷത്തിൽ താഴെ, ലയബിൾ അല്ല. ഈസ് നോട്ട് ലയബിൾ ടു ഫയൽ ITR. അയാൾ ITR ഫയൽ ചെയ്യണ്ട. ഇനി എന്താ, ടു സെലിബ്രേറ്റ് ഹിസ് സ്പൗസ് ബർത്ത്ഡേ ഇനിയുണ്ടല്ലേ. മിസ്റ്റർ സമാർ പെയ്ഡ് എ സിംഗിൾ ക്യാഷ് ബിൽ ഓഫ് 60,000 ടു എ 5-star ലക്ഷറി ഹോട്ടൽ. ലേറ്റർ ദാറ്റ് മെന്റ് ഹി ഇഷ്യൂഡ് ആൻ അക്കൗണ്ട് പേ ചെക്ക് ഓഫ് 48,000 ടു ദ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ഓഫ് ഇന്ത്യ ടു റിന്യൂ ഹിസ് ഫാമിലീസ് ലൈഫ് ഇൻഷുറൻസ് കവറേജ്. അപ്പോൾ എൻ്റെ ആൻസർ നമുക്ക് നോക്കാം. Since Samar's total income does not exceed 4 lakh, being the basic exemption limit as per the default tax regime VAC, is not required to file return of income under section 139. However, any person other than a company or firm required to file inter alia if he occurs expending 1 lakh consumption electricity, TDS and TCS 50,000, gross receipts 60 lakhs, and the present electricity does not exceed threshold 1 lakh, or tax deducted source is less than 50,000, and gross receipts from business also does not exceed 60 lakhs. He is not mandatorily required to file ITR. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിക്കുന്നത്? സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിക്കുന്നത്? വെദർ കോട്ടിങ് എ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഈസ് മാൻഡേറ്ററി ഫോർ മിസ്റ്റർ സമാർസ് ട്രാൻസാക്ഷൻ വിത്ത് ദ 5-star ലക്ഷറി ഹോട്ടൽ ആൻഡ് ദ ലൈഫ് ഇൻഷുറൻസ് പ്രൊവൈഡർ. 5-star ഹോട്ടലിൽ അയാൾ കൊടുത്തിരിക്കുന്ന ബില്ല് എത്ര രൂപയാണ്? 60,000 രൂപയാണ്. അത് 50,000-ൻ്റെ മുകളിലാണ്. 50,000-ൻ്റെ മുകളിൽ സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടലിലെ ബില്ല് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ പാൻ നമ്പർ മസ്റ്റായിട്ട് കൊടുക്കണം. പിന്നെ ലൈഫ് ഇൻഷുറൻസിനകത്ത് 48,000 ആണ്. അപ്പോൾ ലൈഫ് ഇൻഷുറൻസിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ നോട്ടിൽ നമുക്ക് പോയി നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ഒരു പർട്ടിക്കുലർ ഇയറിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിൻ്റെ മുകളിൽ പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാൻ കോട്ട് ചെയ്യണമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതേത് കേസാണ് നമുക്ക് നോക്കാം. ട്രാൻസാക്ഷൻസിൻ്റെ ലിസ്റ്റ് ഇവിടെയാണ്. അപ്പോൾ ഇതിനകത്ത് ബിൽ പേയ്മെൻറ്റ്സ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് മോർ ദാൻ 50,000 അറ്റ് വൺ ടൈം ആണ്. അപ്പോൾ അത് 50,000-ൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പാൻ നമ്പർ കൊടുക്കണം. പിന്നെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലോ, പ്രീമിയം മോർ ദാൻ 50,000 പേയ്മെൻറ്റ് ലൈഫ് ഇൻഷുറൻസ് കൊടുത്താലും കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ നമ്മളിപ്പോൾ നോക്കി ഈ പർട്ടിക്കുലർ ക്വസ്റ്റിനകത്ത് അയാൾ ഹോട്ടൽ ബില്ല് 50,000-ൻ്റെ മുകളിലാണ്, 60,000 ആണ്. അപ്പോൾ അവിടെ പാൻ കൊടുക്കണം. മറ്റേ 48,000 50 താഴെ, അതിന് പാൻ വേണ്ട. ഓക്കെ, ഇതാണ് 9-ൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ സൊല്യൂഷൻ നമ്മൾ പറയേണ്ടത്. റൂൾ നമ്പർ ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട. പ്രിസ്ക്രൈബ് സ്പെസിഫിക് ട്രാൻസാക്ഷൻസ് വെയർ കോട്ടിംഗ് ഓഫ് പാൻ ഇസ് മാൻഡേറ്ററി. റൂൾ 1144B specifies that making a payment to a hotel or restaurant against a bill or bills at any time requires coating of PAN if the payment made in cash exceeds 50,000. നമ്മുടെ നോട്ടിൽ ക്യാഷ് എന്നുള്ള വാക്കില്ല എന്ന് തോന്നുന്നു. യു ക്യാൻ പുട്ട് ദാറ്റ് ക്യാഷ്. Since Mr. Samar made a single payment of 60,000 entirely in cash, he is required to mandatorily punish PAN. മറ്റത് 50,000-ൻ്റെ മുകളിലാണെങ്കിൽ മതി. ഇവിടെ 50,000-ന് താഴെയാണ്. അപ്പോൾ അത് കാരണം അവിടെ പാൻ വേണ്ട. ഇൻഷുറൻസിൻ്റെ കൊടുക്കുമ്പോൾ പാൻ വേണ്ട.
നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. Now what? Now the compulsory model question, that is the വലിയ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. Discussing, Mr. Advait, a resident individual aged 48 years is engaged in the manufacturing of industrial chemicals as a sole proprietor. Mr. Advait, a resident individual aged 48 years is engaged in the manufacturing of industrial chemicals as a sole proprietor. ഓക്കെ, ഇയാളൊരു മാനുഫാക്ചറിങ് ബിസിനസ്സാണ്, അത് ഓർത്തോണേ. മാനുഫാക്ചറിങ് ബിസിനസ് ആകുമ്പം ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടൂല. ഓപ്റ്റ് ഔട്ടിലാണെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുക്കാം. ഇതാണ് മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഇമ്പാക്ട്. ഹി ഫോളോസ് മെർക്കൻഡൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഫൈൻ. ഹിസ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 31/3/26 വാസ് 25 lakhs ആഫ്റ്റർ ഡെബിറ്റിംഗ് ഓർ ക്രെഡിറ്റിംഗ് ദ ഫോളോയിങ് ഐറ്റം. നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ തന്നിട്ട് ആഫ്റ്റർ ഡെബിറ്റിംഗോ ക്രെഡിറ്റിംഗ് എന്ന് പറയുന്നത് ആ പാറ്റേണിലെ ക്വസ്റ്റൻ ആണ്. ₹35,000 പെയ്ഡ് ഡയറക്ട്ലി ടു എ ക്രെഡിറ്റർ ഫോർ റോ മെറ്റീരിയൽസ് ഇൻ ക്യാഷ്. ഡിഫോൾട്ട് ടാക്സ് റെജിമായാലും ഓപ്റ്റ് ഔട്ട് ടാക്സ് റെജിമായാലും ഈ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് സിംഗിൾ ഡേ 10,000 മുകളിൽ പേയ്മെൻറ്റ് അക്കൗണ്ട് പേ ചെക്ക്, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ്, അതർ പ്രിസ്ക്രിപ്റ്റ് ഇലക്ട്രോണിക് മോഡായിട്ടേ കൊടുക്കാവൂ. അതല്ലാതെ കൊടുത്താൽ എൻറ്റയർ സച്ച് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ബി ഡിസലൗഡ് ആസ് പെർ സെക്ഷൻ 40 ക്യാപിറ്റൽ ലെറ്റർ A3. സോ ദിസ് 35,000 മസ്റ്റ് ബി ഡിസലൗഡ്. Gross interest received on corporate bond amounting to ₹20,000. ആക്ച്വലി ഇൻട്രസ്റ്റ് ഫ്രം ബോണ്ട് എന്ന് പറയുന്ന ഐറ്റം ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ടാക്സ് ചെയ്യേണ്ടത്. ഇവിടെ അവർ P&L അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ 20,000 ലെസ് ചെയ്യണം, എന്നിട്ട് അതിന് അതർ സോഴ്സിൽ കാണിക്കണം. കാരണം ആഫ്റ്റർ ഡെബിറ്റിംഗ് ഓർ ക്രെഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്, മറ്റേത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുകൊണ്ടാണ് 35,000 ആഡ് ബാക്ക് ചെയ്യുക 40A3, ഈ 20,000 ലെസ് ചെയ്യുക, അതർ സോഴ്സിൽ കാണിക്കുക. Contribution of ₹150,000 made to an approved university for social science research. ഈ സോഷ്യൽ സയൻസ് റിസർച്ചിന് കൊടുക്കുന്ന പൈസ, അതായത് നമ്മുടെ റിസർച്ചിന് കൊടുക്കുന്ന ഡൊണേഷൻ, ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ സെക്ഷൻ 35 ഡൊണേഷൻ ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എലിജിബിൾ. ബട്ട് ഓപ്റ്റ് ഔട്ടിൽ അത് ക്ലെയിം ചെയ്യാം. അപ്പം നമ്മൾ ഡിഫോൾട്ടാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ ഈ 150,000 ആഡ് ബാക്ക് ചെയ്യാം. ഓപ്റ്റ് ഔട്ടാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഇനി ഡിഫോൾട്ട് ചെയ്തിട്ടാണ് ഓപ്റ്റ് ഔട്ടിലോട്ട് പോകുന്നതെങ്കിൽ ഡിഫോൾട്ടിൽ കിട്ടിയ ഫൈനൽ ആൻസറിനെ എടുത്തിട്ട് ഓപ്റ്റ് ഔട്ടിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന 150,000 ലെസ് ചെയ്താൽ മതി. അങ്ങനെ അവിടെ ക്ലെയിം ചെയ്യാമല്ലോ. അതാണ് ഇതിൻ്റെ ഇമ്പാക്ട്. കമ്മീഷൻ ചാർജസ് ഓഫ് ₹2 lakh പെയ്ഡ് ടു എ ലോക്കൽ സെയിൽസ് ഏജന്റ് വയ അക്കൗണ്ട് പേ ചെക്ക് വിത്തൗട്ട് ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ്. ഈ 2 lakhs കമ്മീഷൻ എന്ന് പറയുമ്പോഴേ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ത്രഷോൾഡ് ലിമിറ്റിനേക്കാൾ മുകളിലാണ്. 15,000 മുകളിലാണ്. ഈ പറഞ്ഞ 20,000 നമ്മൾ അവിടുത്തെ റേറ്റ്, അപ്പോൾ അതിനേക്കാൾ മുകളിലാണ് ത്രഷോൾഡ് ലിമിറ്റ്. അപ്പോൾ 194H ആപ്ലിക്കബിൾ ആണ്. ഇവർ 194H പ്രകാരം TDS ഡിഡക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചറിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ TDS ആപ്ലിക്കബിൾ ആണ് റെസിഡൻറ്റിന് കൊടുക്കുമ്പോൾ. അപ്പോൾ അവിടെ TDS ഡിഡക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 30% ഓഫ് ദാറ്റ് എക്സ്പെൻഡിച്ചർ മസ്റ്റ് ബി ഡിസലൗഡ് ആസ് പെർ സെക്ഷൻ 40 സബ്സെക്ഷൻ A subclause 1A. So here 2 lakhs has been paid. So 2 lakhs into 30%, which will come to ₹60,000, which must be disallowed as per section 40 subsection A subclause 1A. 60,000 add back disallow here. Normal depreciation of ₹5 lakh, including depreciation on total cost of new plant and machinery purchased and put to use on 12th July 2025 as per income tax rules 1965. Okay. അപ്പോൾ നോർമൽ ഡിപ്രീസിയേഷൻ 5 lakh ഇൻക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ ഓൺ ടോട്ടൽ കോസ്റ്റ് ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ആൻഡ് പുട്ട് യൂസ് ഓൺ. അതായത് ഇൻകം ടാക്സ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ അവർ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ കറക്റ്റ് ആണ്. അത് ഇൻകം ടാക്സിലെ ഡിപ്രീസിയേഷൻ, അക്കൗണ്ട്സിലെ ഡിപ്രീസിയേഷൻ അല്ല. 5 ലക്ഷം രൂപ. അപ്പോൾ അതൊന്നും ചെയ്യാനില്ല തൽക്കാലം. സബ്സിഡി ഓഫ് 20% ഓൺ ദ ന്യൂ മെഷീനറി റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എമൗണ്ടിങ് ടു 4 ലക്ഷം. അപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഡിപ്രീഷ്യബിൾ അസറ്റ് മേടിക്കാൻ വേണ്ടി സബ്സിഡി തന്നാൽ ആ സബ്സിഡിയെ P&L അക്കൗണ്ടിലല്ലോ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതിനെ അസറ്റിൻ്റെ കോസ്റ്റ് നിന്ന് റെഡ്യൂസ് ചെയ്യണം, എന്നിട്ട് ഡിപ്രീസിയേഷൻ അതനുസരിച്ച് മാറ്റണം. ഇവിടെ സബ്സിഡി ഓഫ് 20% ഓഫ് ദ ന്യൂ മെഷീനറി ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എമൗണ്ടിങ് ടു 4 lakh എന്നാണ് പറയുന്നത്. അപ്പോൾ 4 ലക്ഷം രൂപയുടെ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ മെഷീനറി വാങ്ങിച്ചത് നോർമൽ ഡിപ്രീസിയേഷൻ 5 ലക്ഷം ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ആൻഡ് പുട്ട് യൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ പ്ലാന്റ് പുതിയ മെഷീനറി വാങ്ങിച്ചിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ 4 ലക്ഷം രൂപയുടെ 20% എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരിക? 20% സബ്സിഡി ഓഫ് 20% ഓഫ് ദ ന്യൂ മെഷീനറി റിസീവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് എമൗണ്ടിങ് ടു 4 ലക്ഷം.
അപ്പോൾ ഈ 4 ലക്ഷത്തിൻ്റെ 20% സബ്സിഡി എന്ന് പറയുമ്പോൾ 80,000 രൂപ. 80,000 രൂപയെ നമ്മൾ ഇത് സബ്സിഡിയുടെ എമൗണ്ട് അല്ലേ തന്നിരിക്കുന്നത് അല്ലേ? സബ്സിഡി ഓഫ് 20% ഓൺ ദ ന്യൂ മെഷീനറി ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ് എമൗണ്ട് 4. ഇത് സബ്സിഡി എമൗണ്ട് ആണേ. അപ്പോൾ ഈ 4 ലക്ഷം സബ്സിഡി ആദ്യം ചെയ്യേണ്ടത് P&L അക്കൗണ്ടിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് അതിനെ നമ്മൾ അസറ്റിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഈ 4 ലക്ഷം ലെസ് ചെയ്യണം. എന്നിട്ട് ഈ 4 ലക്ഷം അസറ്റിൻ്റെ കോസ്റ്റിലോട്ട് മാറ്റണം. അസറ്റിൻ്റെ കോസ്റ്റ് ഒന്നും തന്നിട്ടില്ല, പകരം അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത ഡീറ്റെയിൽസേ തന്നിട്ടുള്ളൂ. ഈ 4 ലക്ഷം കോസ്റ്റ് ഇപ്പോൾ കുറയണമല്ലോ. അപ്പം ഡിപ്രീസിയേഷൻ അവർ എടുത്തിരിക്കുന്നതിൽ നിന്ന് ഈ 4 ലക്ഷത്തിൻ്റെ ഡിപ്രീസിയേഷൻ കുറയണം. അപ്പോൾ അവരിപ്പോൾ എടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ 5 ലക്ഷമാണ്. 4 ലക്ഷത്തിൻ്റെ 15% ഡിപ്രീസിയേഷൻ 60,000 രൂപയുടെ ഡിപ്രീസിയേഷൻ എക്സസ് ആണ്. അവരിപ്പോൾ എടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന 5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 60,000 രൂപ അങ്ങോട്ട് മാറ്റണം. അപ്പം അവർ ഡെബിറ്റ് ചെയ്തിരിക്കുന്ന 5 ലക്ഷത്തിൽ നിന്ന് 60,000 രൂപ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് 4 ലക്ഷം രൂപ ലെസ് ചെയ്തിട്ട് അത് കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള നോട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റിൽ കിടക്കുന്ന സബ്സിഡി ലെസ് ചെയ്യണം, ഡിപ്രീസിയേഷൻ്റെ എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഡിഫോൾട്ട്. ഓപ്റ്റ് ഔട്ടിൽ വരുമ്പോൾ നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടെ കുറയ്ക്കണം. കാരണം അവർ നോർമൽ ഡിപ്രീസിയേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം അവർ അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുത്തിട്ടില്ലെന്നാണ്. അപ്പം നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 5 ലക്ഷം രൂപയാണ് നോർമൽ ഡിപ്രീസിയേഷൻ അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് 60,000 മാറ്റിയല്ലോ. അപ്പോൾ അസറ്റിൻ്റെ കോസ്റ്റ് 4 ലക്ഷം രൂപയാണല്ലോ സബ്സിഡി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 4 ലക്ഷത്തിൻ്റെ മാറ്റിയിട്ടുള്ള പിന്നെ അസറ്റിൻ്റെ പിന്നെ എന്താണ് കോസ്റ്റ്, അപ്പോൾ അതിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടെ അപ്പുറത്ത് നമ്മൾ പോയിട്ട് ക്ലെയിം ചെയ്യണം. ഓക്കെ, മെഡിക്കൽ എക്സ്പെൻസ് ഡെബിറ്റഡ് ടു ദ ബിസിനസ് ഇൻക്ലൂഡ് 60,000 paid to a hospital for the medical treatment of his dependent son who is a person with a severe disability. ഇത് ചാപ്റ്റർ 6 ആണ്. ഓപ്റ്റ് ഔട്ടിൽ മാത്രമേ ചാപ്റ്റർ 6 കിട്ടുള്ളൂ. ഓപ്റ്റ് ഔട്ടിനകത്ത് 80 ഇത് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് ഓഫ് ഡിപ്പെൻഡൻറ്റ് സൺ ഹു ഈസ് എ പേഴ്സൺ വിത്ത് എ സിവിയർ ഡിസബിലിറ്റി. ഇതൊരു ഫിക്സഡ് ഡിഡക്ഷൻ ആണ്. 80 DDB പ്രകാരം നമുക്ക് ഫിക്സഡ് ഡിഡക്ഷൻ 1,25,000 ക്ലെയിം ചെയ്യാം. സിവിയർ ഡിസബിലിറ്റി നോർമൽ കേസിൽ നമുക്ക് 75,000 ആണ്. സിവിയർ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 1,25,000 ഫിക്സഡ് ഡിഡക്ഷൻ. 80 DDB. അപ്പോൾ DDBയിൽ ഇത് കുറയ്ക്കണം. 80 DDB അല്ല, സോറി, 80 DD. ഓപ്റ്റ് ഔട്ടിലേ കുറയ്ക്കാവൂ, ഡിഫോൾട്ടിലില്ല. 80,000 ഇൻകേർഡ് ഫോർ ആൻ അഡ്വർടൈസ്മെന്റ്. മാത്രമല്ല PGBയിൽ ആഡ് ബാക്ക് ചെയ്യണേ. അവർ P&L അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തെറ്റാ. അപ്പോൾ PGBയിൽ ആഡ് ബാക്ക് ചെയ്യണം. എന്നിട്ട് വേണം അപ്പുറത്ത് പോയി നമ്മൾ ചാപ്റ്റർ 6ൽ ഓപ്റ്റ് ഔട്ടിൽ ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും ആഡ് ബാക്ക് ചെയ്യണം, ഡിസലോ ചെയ്യണം. എന്നിട്ട് ഓപ്റ്റ് ഔട്ടിൽ ചാപ്റ്റർ 6ൽ കുറയ്ക്കാം. 1,25,000 ഫിക്സഡ് റിഡക്ഷൻ. 80,000 ഇൻകേർഡ് ഫോർ ആൻ അഡ്വർടൈസ്മെന്റ് പബ്ലിഷ് ഇൻ എ സുവനീർ ഓഫ് എ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടി. ഡിസലോ ആഡ് ബാക്ക് ചെയ്യണം. സെക്ഷൻ 37 സബ്സെക്ഷൻ 2B അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ പ്രിന്റഡ് പബ്ലിക്കേഷൻ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി മസ്റ്റ് ബി ഡിസലൗഡ്. 15/3/2026 മിസ്റ്റർ അദ്വൈത് പർച്ചേസ് റോ മെറ്റീരിയൽ വർത്ത് ₹50,000 from Messrs. XYZ Industries registered as a micro enterprise under the MSMED Act 2006. The payment was outstanding as on 31st March 2026 and was subsequently settled on 25 May 2026. There was a written agreement between them specifying a 15-day payment period. നമുക്കറിയാം ഈ മെർക്കൻഡൈൽ സിസ്റ്റത്തിലാണ് ഇത് ബുക്ക് ഫോളോ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു. സെക്ഷൻ 43B സബ്സെക്ഷൻ H. ഇപ്പോൾ 43Bയിൽ പറയുന്നത് മൈക്രോ സ്മോൾ എന്റർപ്രൈസുകളുടെ ഇന്ന് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ MSME ആക്ട് ഇപ്പോൾ എന്ന ഡ്യൂ ഡേറ്റിനകത്ത് പേയ്മെന്റ് കൊടുത്ത റിഡക്ഷൻ കിട്ടും. ഈ കറണ്ട് ഇയറിൽ തന്നെ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം. MSME ആക്ടിന്റെ ഡ്യൂ ഡേറ്റ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് കൊടുക്കുന്നത് കറണ്ട് ഇയറിലാണെങ്കിൽ കറണ്ട് ഇയറിൽ തന്നെ ക്ലെയിം ചെയ്യാം, ഡ്യൂ ഡേറ്റ് തെറ്റിയാലും. MSME ആക്ടിന്റെ ഡ്യൂ ഡേറ്റ് തെറ്റുകയും പേയ്മെന്റ് പോയിരിക്കുന്ന നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലുമാണെങ്കിൽ ഈ വർഷം ഡിസലോ ചെയ്തിട്ട് അടുത്ത വർഷം ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ റിട്ടേൺ അഗ്രിമെന്റ് ഇല്ലാത്ത കേസിൽ MSME ആക്ടിലെ ഡ്യൂ ഡേറ്റ് എങ്ങനെ? സാധനം വാങ്ങിച്ച ഡേറ്റിൽ നിന്ന് 15 ദിവസത്തിനകത്ത് പൈസ കൊടുക്കണമെന്നാണ്. ഇവിടെ 25/5/2026 പേയ്മെന്റ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. മെയിൽ 31 മാർച്ച് 2026 സാധനം വാങ്ങിച്ചത്. അപ്പോൾ അവിടെ നിന്ന് 15 ദിവസം നോക്കി കഴിഞ്ഞാൽ മാക്സിമം ഏപ്രിൽ 15 പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത് മെയ് 25 15 ദിവസത്തെ ഡേറ്റ് കഴിഞ്ഞു. സോ അവർ റിട്ടേൺ അഗ്രിമെന്റ് ഉണ്ടല്ലേ, അതിൽ തന്നെ 15 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15 ദിവസമൊക്കെ എന്നേ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇവിടെ റിട്ടേൺ അഗ്രിമെന്റ് ഉണ്ട് കേട്ടോ. റിട്ടേൺ അഗ്രിമെന്റിലെ ഡ്യൂ ഡേറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. 15 days കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്, റിട്ടേൺ അഗ്രിമെന്റ് ഡേറ്റ് കഴിഞ്ഞിട്ട്. അതുള്ള പേയ്മെന്റ് പോയിരിക്കുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്. ഡിസലോ ചെയ്തേ പറ്റൂ. 43B അറ്റ് ബാക്ക് 50,000. ഈ റിസീവ്ഡ് ഗ്രോസ് ആനുവൽ നോക്കണേ, ഇത് തന്നിരിക്കുന്നത് എവിടെയാ? അഡീഷണൽ ഇൻഫർമേഷന്റെ താഴെയാണ്. സോ ഇത് P&L അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ഇൻഡിപെൻഡന്റ് എടുക്കേണ്ട സാധനങ്ങളാണ്. ഗ്രോസ് ആനുവൽ റെന്റ് ഓഫ് 480 ഫ്രം ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി. മുനിസിപ്പൽ ടാക്സ് ഓഫ് 50,000 ഫോർ ദിസ് പ്രോപ്പർട്ടി വെർ പെയ്ഡ് ബൈ ഹിം ഓൺ 10th April 2026. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹൗസ് പ്രോപ്പർട്ടിയാണ്, ലെറ്റ് ഔട്ടാണ്. GAV 480 ആണ്. മുനിസിപ്പൽ ടാക്സ് 50,000 കുറയ്ക്കാൻ പറ്റൂല. മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ തന്നെ പേ ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എന്നാണ് കണ്ടീഷൻ.
ഇവിടെ അടച്ചിരിക്കുന്നത് 10th April 2026 10th April 2026 എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലമായി. അപ്പോൾ പിന്നെ ഈ 50,000 രൂപ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 480 GAV, അതിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കുക, അപ്പോൾ NAV കിട്ടും. ഇനി അത് കഴിഞ്ഞ് എന്താ ഇൻട്രസ്റ്റ് തൊട്ടടുത്ത് നോക്കിയേ, ഇയാൾ റീപേഡ് ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ 90,000, ഇൻട്രസ്റ്റ് 110. അപ്പോൾ ഈ പറയുന്ന 110 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അത് ലെറ്റ് ഔട്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയിട്ട് ക്ലെയിം ചെയ്യാം. പ്രിൻസിപ്പൽ റീപേയ്മെന്റ് നടത്തിയ 90,000 രൂപ ഓപ്റ്റ് ഔട്ടിൽ ചാപ്റ്റർ 6 80C ഓപ്റ്റ് ഔട്ടിൽ ക്ലെയിം ചെയ്യാം. ഇവിടെ ഈ പറയുന്ന 90,000 രൂപ 1,10,000 ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം ഹൗസ് പ്രോപ്പർട്ടി. ഇത്രയും ചെയ്യുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. ലെറ്റ് ഔട്ട് ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ഔട്ട് ആയാലും ലെറ്റ് ഔട്ട് സെയിം ആണല്ലോ. He received 1,05,000 from the premature withdrawal of a 5-year post office time deposit which include interest of 15,000. He had previously claimed deduction under section 80C at the time of making such a time deposit. The amount of interest has not been included in his total income in earlier previous year. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 5 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിൽ ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് ഇൻ പീരീഡ് തെറ്റിക്കാൻ പാടില്ല. 5 കൊല്ലത്തിനകത്ത് നിങ്ങൾ പൊട്ടിക്കരുത്. 80C ഡിഡക്ഷൻ ക്ലെയിം ചെയ്ത ഡെപ്പോസിറ്റിന് 5 കൊല്ലത്തിനകത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്ന ഡിഡക്ഷൻ ഇൻക്ലൂഡിംഗ് അതിൽ അക്രൂ ആയ ഇൻട്രസ്റ്റ് എല്ലാം കൂടി എടുത്ത് കണ്ടീഷൻ തെറ്റിക്കുന്ന ഇയറിൽ IFOC ടാക്സ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ 1,05,000 പ്രിമച്ചർ വിഡ്രോവൽ എന്നാണ് പറയുന്നത്. 5 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് നിങ്ങൾ അതിന് മുമ്പേ വിഡ്രോ ചെയ്തു. അപ്പോൾ ഈ 1,05,000 IFOC ടാക്സ് ചെയ്യും. അതർ സോഴ്സ് അതിനകത്തുള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെടെ മൊത്തം IFOC ടാക്സ് ചെയ്യും. ഈ സോൾഡ് എ വേക്കൻറ്റ് കൊമേഴ്ഷ്യൽ പ്ലോട്ട് ഓഫ് ലാൻഡ് 10th June 2025 ഫോർ 15 ലക്ഷം വിച്ച് ഹാഡ് ബീൻ ഒറിജിനലി അക്വയർഡ് ഓൺ 5th April 2008 ഫോർ 3 ലക്ഷം. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 89,137 ആൻഡ് ഫോർ 2025, 23, 36. അപ്പോൾ ഇത് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമ്മൾ വിത്ത് ഇൻഡെക്സേഷൻ ആദ്യം ക്യാപിറ്റൽ ഗെയിൻ ജസ്റ്റ് കണ്ടുപിടിക്കുക. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 15 ലക്ഷം, പിന്നെ പർച്ചേസ് കോസ്റ്റ് 3 ലക്ഷം, ബാക്കി 12 ലക്ഷം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരും. ഡിഫോൾട്ട് ആയാലും ഓപ്റ്റ് ആയാലും അത് തന്നെയാണ് ക്യാപിറ്റൽ ഗെയിൻ. ടാക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ 12 ലക്ഷത്തിന് 12.5% നോർമൽ റേറ്റ്, അല്ലെങ്കിൽ ഈ 3 lakh എടുത്ത് ഇൻഡെക്സ് ചെയ്ത് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 20%, ഇതിൽ ഏത് ടാക്സ് ആണ് കുറവ് ആ ടാക്സ് വേണം ടാക്സിൽ എടുക്കാൻ. ടാക്സ് കമ്പ്യൂട്ടർ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റനിൽ. ഇൻകത്തിൽ ക്യാപിറ്റൽ ഗെയിനിൽ 12 ലക്ഷം വരും. 15 - 3 12 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ വരും. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് GTA കിട്ടും. ഓപ്റ്റ് ഔട്ടിൽ ചാപ്റ്റർ 6 കുറയ്ക്കാം. അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇപ്പുറത്ത് ഓപ്റ്റ് ഔട്ടിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണം. അതുപോലെ ഓപ്റ്റ് ഔട്ടിനകത്ത് നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഓപ്റ്റ് ഔട്ടിനകത്ത് അഡീഷണൽ ഡിപ്രീസിയേഷൻ മാത്രമല്ല, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ ഓപ്റ്റ് ഔട്ടിനകത്ത് സയന്റിഫിക് റിസർച്ചിന്റെ ഡൊണേഷൻ ഓപ്റ്റ് ഔട്ടിൽ ലെസ് ചെയ്യണം. ഡിഫോൾട്ട് ചെയ്തിട്ടാണ് ഓപ്റ്റ് ഔട്ടിൽ പോകുന്നതെങ്കിൽ. വി ക്യാൻ സീ ദ ആൻസർ. ഇവരുടെ കറണ്ട് ഇയറിലും പ്രിസീഡിംഗ് ഇയറിലും ടേൺ ഓവർ 3 കോടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ എന്തിനാണ് തന്നിരിക്കുന്നത്? പ്രിസീഡിംഗ് ഇയറിലെ ടേൺ ഓവർ 3 കോടി എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 crore ആണ്. അത് കാരണം 194H TDS ആപ്ലിക്കബിൾ ആണ്. അതിന് വേണ്ടിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ TDS കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇവരാദ്യം ഡിഫോൾട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡിഫോൾട്ട് എന്താ ചെയ്യുന്നത് നോക്കാം. ഹൗസ് പ്രോപ്പർട്ടി, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഇൻട്രസ്റ്റ് എല്ലാം കൂടി 226 കറക്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. PGP നോക്കി. PGP ഇസ് ദ മെയിൻ. ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് 40A3 35,000 ആഡ് ബാക്ക് ചെയ്തു. അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ഫോർ റിസർച്ച്, അത് ഡൊണേഷൻ ടു ഔട്ട്സൈഡേഴ്സ് ആണ്. ഡിഫോൾട്ടിൽ ഡൊണേഷൻ എലിജിബിൾ അല്ല, ഓപ്റ്റ് ഔട്ടിൽ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ട് ചെയ്തിട്ട് ഓപ്റ്റ് ഔട്ടിൽ പോകുന്നുണ്ട്. ഇവിടെ ആഡ് ചെയ്ത് 150, അപ്പുറത്ത് ഓപ്റ്റ് ഔട്ട് പോകുമ്പോൾ ലെസ് ചെയ്യണം. പിന്നെ TDS ഡിഡക്ട് ചെയ്യാത്തത് കൊണ്ട് 30% ഓഫ് കമ്മീഷൻ 60,000 ആഡ് ബാക്ക് ചെയ്തു. നോർമൽ ഡിപ്രീസിയേഷൻ in respect of subsidy of 4 lakh relatable to the cost of the plant and machinery would not be included in actual cost, hence depreciation such amount not allowed. 4 ലക്ഷത്തിന് 15% നോർമൽ ഡിപ്രീസിയേഷൻ നമ്മൾ തിരിച്ചെടുത്ത് എന്ത് ചെയ്തു? ആഡ് ബാക്ക് ചെയ്തു. കാരണം അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അവർ PNL കൊണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുക സബ്സിഡി. മാത്രമല്ല ഈ 4 ലക്ഷം ലെസ് ചെയ്യാൻ വേണം പ്രോഫിറ്റ് ചെയ്ത്. പേഴ്സണൽ മെഡിക്കൽ എക്സ്പെൻസ് ഡിസേർവ് ചെയ്തു. അത് നമുക്ക് 80 DDയിൽ ക്ലെയിം ചെയ്യാം ഫിക്സഡ് ഡിഡക്ഷൻ ആയിട്ട് 125. അഡ്വർടൈസ്മെന്റ് 37(2)B ഡിസേർവ് ചെയ്തു. പിന്നെ മൈക്രോ എന്റർപ്രൈസിൽ നിന്ന് 43BH 43B പറഞ്ഞ ടൈമിനുള്ളിൽ പേയ്മെന്റ് പോയിട്ടില്ല. അത് കാരണം MSME ആക്ടിന്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ കിട്ടുള്ളൂ. ഇപ്പം ഡിസേർവ് ചെയ്തേ പറ്റും. പിന്നെ IFOCയിൽ പോകേണ്ട ഇൻട്രസ്റ്റ് ലെസ് ചെയ്തു. സബ്സിഡി അതറിയാം, അത് കോസ്റ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ലെസ് ചെയ്ത് കളഞ്ഞു. ഇവിടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ അവർ ഓപ്റ്റ് ഔട്ടിലാണെങ്കിൽ നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുക്കാം. ഡിഫോൾട്ടിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. അപ്പോൾ 25,75,000 രൂപയാണ് അവിടെ വരുന്ന നമ്മുടെ എന്താണ് PGBP വരുന്നത്. ക്യാപിറ്റൽ ഗെയിനിൽ 12 ലക്ഷം വരും. 15 - 3. ടാക്സ് റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റൂ, അറിയാമല്ലോ. അതർ സോഴ്സിൽ ഗ്രോസ് ഇൻട്രസ്റ്റ് ഫ്രം കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ബോണ്ട് 20,000 എടുത്തു. പ്രിമച്ചോർ വിഡ്രോവൽ നേരത്തെ റിഡക്ഷൻ കിട്ടുന്നത് മൊത്തം തിരിച്ച് IFOC ടാക്സ് ചെയ്യും 1,05,000. അപ്പോൾ GTI 41,26,000 ചാപ്റ്റർ 6 ഇല്ല. ഇനി ടാക്സ് കാണുമ്പോൾ ഈ 41,26,000 ഇത് ക്യാപിറ്റൽ ഗെയിൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് നോക്കണം. വിത്ത് ഇൻഡെക്സേഷൻ 20%, വിത്തൗട്ട് ഇൻഡെക്സേഷൻ നമുക്ക് കിട്ടിയ 12 ലക്ഷത്തിന് 12.5%. വിച്ച് അവർ സ്ലോവർ എടുക്കണം. റിമൈനിങ് ഇൻകത്തിന് സ്ലാബ് റേറ്റ് ഡിഫോൾട്ട്.
അപ്പം 41,26 നിന്ന് 12 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് വരുന്ന ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ 29,26,000. അതിൽ 24 ലക്ഷം വരെ എത്ര ആയിരിക്കും ടാക്സ്? 3 ലക്ഷം രൂപ ആയിരിക്കും. അതിൻ്റെ മുകളിലോട്ടുള്ള എമൗണ്ടിന് 30%. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്ലാബ് കിട്ടും. സെസ് ആഡ് ചെയ്തു. അപ്പം ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കണേ, അവിടെ ഇൻഡെക്സ് ചെയ്തിട്ട് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് പിന്നെ 676,642 ആണ്. അതിൻ്റെ 20% 135,328 വരുന്നുള്ളൂ. വിത്തൗട്ട് ഇൻഡെക്സേഷൻ നമുക്ക് കിട്ടിയ 12 ലക്ഷം 12.5 എടുത്താൽ 1.5 വരും. ഇതിൽ ഏത് ടാക്സ് ആണ് കുറവെന്ന് ചോദിച്ചാലേ 135,328 ആണ് കുറവ്. 135,328 കുറവെന്ന് പറയുമ്പോൾ അവിടെ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ 135,328 ആണ് അവിടുത്തെ ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ്റെ. മറ്റേ സ്ലാബ് രണ്ടും കൂടെ കൂട്ടി സെസ് ആഡ് ചെയ്തു. സോ ദ ടാക്സ് ലൈബിലിറ്റി വുഡ് ബി 6,16,850 അണ്ടർ ഡിഫോൾട്ട്. ഓപ്റ്റോട്ടിൽ എന്തൊക്കെ വ്യത്യാസം? ഒന്ന്, ഡൊണേഷൻ ടു സയന്റിഫിക് റിസർച്ച് എക്സ്ട്രാ ക്ലെയിം ചെയ്യുക. അവിടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ പുതിയ പ്ലാന്റ് ആൻഡ് മെഷറിക്ക് പോസിബിൾ ആണ്. പുതിയ പ്ലാന്റ് ആൻഡ് മെഷറിയുടെ കോസ്റ്റിന്റെ 20% സബ്സിഡി ആയിട്ട് 4 ലക്ഷം കിട്ടിയെന്നാണ്. ഈ 4 ലക്ഷം 20% ആണെങ്കിൽ അസറ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് ഈ 4 ലക്ഷം കുറച്ചിട്ട് റിമൈനിങ് വരുന്നതിന്റെ അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടെ കുറയ്ക്കണം. അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും, മാനുഫാക്ചറിങ് ആയതുകൊണ്ട്. ചാപ്റ്റർ 6 ക്ലെയിം ചെയ്യാൻ പറ്റും നമ്മുടെ ഓപ്റ്റോട്ടിനകത്ത്. പിന്നെ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ സ്ലാബ് റേറ്റ് ഡിഫറൻ്റ് ആണ്. ഗ്രോസ് ടോട്ടലും എടുത്തു. എന്നാൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ, അപ്പോൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ന്യൂ മെഷീനറിയുടെ കോസ്റ്റ് 4 ലക്ഷം 20% ആണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം ആണ് സബ്സിഡി കിട്ടിയത്. അത് 20 ആണെങ്കിൽ 100 ഇട്ട് കഴിഞ്ഞാൽ അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് കിട്ടും. ആ അഡീഷണൽ പ്ലാന്റ് ആൻഡ് മെഷീൻ പുതുതായിട്ട് മേടിച്ച മെഷീൻ്റെ കോസ്റ്റ് കിട്ടും. കാര്യം അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ 20% സബ്സിഡി കിട്ടിയെന്നാണ്. ആ സബ്സിഡി കിട്ടിയത് 4 ലക്ഷമാണ്. സോ 4 ലക്ഷം എന്ന് പറയുന്നത് അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ 20% ആണ്. അപ്പം 100 രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത അസറ്റിൻ്റെ കോസ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് 20 lakhs. ആ 20 ലക്ഷത്തിൻ്റെ അതിൽ നിന്ന് എന്താ പറയുക, നമുക്ക് സബ്സിഡി മാറ്റിയിട്ട് ബാക്കി 16 ലക്ഷം. 16 ലക്ഷത്തിൻ്റെ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം ഓപ്റ്റോട്ടിൽ. മറ്റടുത്ത് നോർമൽ ഡിപ്രീസിയേഷൻ മാത്രമേ അവർ ഡെബിറ്റ് ചെയ്തിട്ടുള്ളൂ, അഡീഷണൽ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട് നോർമൽ ഡിപ്രീസിയേഷൻ ആണ്. ഇത് രണ്ടുമാണ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്. അപ്പോൾ ഇൻകത്തിലുള്ളത്. അപ്പോൾ GTI ആസ് പെർ ഓപ്റ്റൗട്ട് കിട്ടും. ഇനി അതിൽ നിന്ന് ചാപ്റ്റർ 6 ആണ്. ചാപ്റ്റർ 6 ATC കുറയ്ക്കാം നമുക്ക് 90,000 രൂപ. ഹൗസിംഗ് ലോണിൻ്റെ റീപേയ്മെൻറ്റ് 90,000 രൂപ കുറയ്ക്കാം ATC. 80DDയിൽ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വിത്ത് സിവിയർ ഡിസബിലിറ്റി 1,25,000 ഫിക്സഡ് റിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെ 2,15,000 രണ്ട് ചാപ്റ്റർ 6 കുറയ്ക്കാം. അപ്പോൾ മിച്ചം വരുന്നത് ടോട്ടൽ ഇൻകം 34,41. ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ എഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സ് വിത്ത് ഇൻഡെക്സേഷൻ എടുത്ത് 20 എടുക്കുന്നതാണ് ലാഭം. പിന്നെ റിമൈനിങ്ങിന് നമ്മുടെ സ്ലാബ് റേറ്റ്. ഇപ്പോൾ സ്ലാബ് റേറ്റ് എടുക്കുമ്പോൾ ഇയാൾ സീനിയർ സിറ്റിസൺ ഒന്നും അല്ല, അതുകൊണ്ട് നോർമൽ സ്ലാബ് തന്നെയാണ്. 2.5 to 5 വരെ 5%, 5 to 10 20, ബാക്കിക്ക് മൊത്തം 30. ഇവിടെയും സർചാർജ് വരുന്നില്ല, ബിക്കോസ് ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിൽ താഴെയാണ്. സെസ് ആഡ് ചെയ്തു. ടാക്സ് ലൈബിലിറ്റി ഏത് അഡ്വൈസ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് പോർഷൻ ഈസ് GST. യാ, സോ ഐ തിങ്ക് യു ഗോട്ട് ദ വെരി ഗുഡ് ഐഡിയ. അപ്പോൾ ഇതാണ് RTPക്കകത്ത് ടോട്ടൽ ഇൻകത്തിൻ്റെ ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി നൈസ്. ക്ലബിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഈസ് നൈസ്. റെസിഡൻഷ്യൽ ചാർജസിൻ്റെ ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഗുഡ്. കേസ് സിനാരിയോ MCQ ഈസ് ഓൾസോ ഗുഡ്. ബാക്കിയെല്ലാം ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. TDS ഒക്കെ ഭയങ്കര എളുപ്പമാണ്, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, തകർക്കുക.